സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഹസ്തിമസ്തകമസ്തോകം വസ്തുസ്വസ്തികൃതസ്തു ന യത്തു പ്രത്യോഹവിധ്വസ്തിം വിധത്തെ വസ്തുതസ്തുതം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വേദങ്ങൾ അപാരമായിട്ട് എത്രയെത്ര മന്ത്രങ്ങളാണ് എന്നൊന്നും കണക്കാക്കാൻ പറ്റാത്ത അത്രയും മന്ത്രങ്ങൾ. ഓരോ മന്ത്രമെടുത്താലും എന്താണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്ന് മനസ്സിലാക്കാൻ വിഷമം. മുഹ്യന്തി യത് സൂരയഃ. വേദമന്ത്രം മനസ്സിലാക്കാൻ വളരെ വിഷമം. ഋഷി ആരാണെന്ന് അറിയണം, ദേവതയെക്കുറിച്ച് മനസ്സിലാക്കണം, ഛന്ദശാസ്ത്രത്തിലെ പരിചയം വേണം. ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ വേദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റൂ. ഒരു വാക്യം കേട്ടാൽ ആര് ആരോട് പറയുന്നു എന്നറിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അർത്ഥം പറയാൻ പറ്റും, ആ സന്ദർഭം നോക്കിയിട്ടുണ്ടെങ്കിൽ. സന്ദർഭം അറിയാതെ ഒരു വാക്യം കേട്ടാൽ പറയാൻ വളരെ വിഷമമാണ്. സന്ദർഭം നമ്മൾ ആലോചിച്ച് ഉണ്ടാക്കി തീർക്കണം. വേദത്തിൽ ആരാണ് ഋഷി, ഏതാണ് ദേവത എന്നൊക്കെ സങ്കല്പിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ അർത്ഥം പറയാൻ പറ്റുള്ളൂ. ദേവത എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും സ്വർഗത്തിലിരിക്കുന്ന ആളുകൾ, സ്വർഗവാസികൾ, ഇന്ദ്രൻ, വരുണൻ മുതലായിട്ടുള്ള ആൾക്കാരെന്ന്. അതൊന്നല്ല. വേദത്തിൽ ദേവത എന്ന് പറഞ്ഞാൽ എന്തിനെക്കുറിച്ച് വർണ്ണിക്കണമോ അത് ദേവത. ഇതാണ് ദേവതാസങ്കല്പം. യജ്ഞത്തിൽ ഉപയോഗിക്കുന്ന ഒരു പാത്രത്തിനെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ പാത്രമാണ് അവിടെ ദേവത. രാത്രിയെക്കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ രാത്രിയാണ് ആ മന്ത്രത്തിലെ ദേവത. അതാണ് വേദത്തിലെ ദേവതാസങ്കല്പം. ഇങ്ങനെ എത്രയോ ഋഷിമാരെ, എത്രയോ ദേവതകൾ, എത്രയോ വർണ്ണ്യ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വേദങ്ങൾ. അത് ഉപാസന കൊണ്ട് മാത്രമേ അതിൻ്റെ ശരിയായിട്ടുള്ള ദീർഘതപസ് കൊണ്ട് മാത്രമേ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാൽ അതിനെ കുറച്ചും കൂടി ഒന്ന് വിശദീകരിച്ചിരിക്കുകയാണ് പുരാണ ഇതിഹാസങ്ങൾ. പക്ഷെ അതും വേണ്ട പോലെ മനസ്സിലാവാൻ ദീർഘകാലത്തെ ഉപാസന വേണം. സദാസേവ്യ ശ്രീമദ് ഭാഗവതീ കഥ. വലിയ വലിയ വാക്യങ്ങൾ, വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഒറ്റ പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അർത്ഥം മനസ്സിലാവില്ല. നമ്മൾ കൂടുതലായിട്ട് തൃണ്വൻ വിപഠൻ വിചാരണപരഃ. ശ്രവണം, മനനം, നിധിധ്യാസനം. ആദ്യം നല്ല ശ്രദ്ധിച്ച് കേൾക്കുക, കേട്ടതിനെക്കുറിച്ച് വീണ്ടും വിചാരം ചെയ്യാം. അങ്ങനെ ആവുമ്പോഴാണ്, കുറെ കഴിയുമ്പോഴാണ് സംശയങ്ങളൊന്നുമില്ലാതെ ഇന്ന തരത്തിലാണ്, ഇതാണ് സത്യം എന്ന് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കും. ഇങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ മനസ്സിലാക്കാനുള്ള ഗ്രന്ഥങ്ങൾ അസംഖ്യങ്ങൾ. അതിൽ വച്ച് പ്രധാനപ്പെട്ടത് ശ്രീമദ് ഭാഗവതം. അതിനോട് തുല്യമായിട്ട് വേറെ ഒന്നുമില്ല എന്നാണ് ഭാഗവതത്തിൽ തന്നെ അതൊക്കെ പറഞ്ഞുകൊണ്ട് ആരംഭിച്ചേക്കുന്നത്. യസ്വാനുഭാവം അഖിലശ്രുതിസാരം ഏകം. ഏകമാണ്, അദ്വിതീയമാണ്, ഇതിനോട് തുല്യമായിട്ട് മറ്റൊന്നുമില്ല. ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭാഗവതം തന്നെ അതിന് തുല്യമായിട്ടുള്ളൂ. അത്രയും ശാസ്ത്രസാരം അതിലുണ്ട്. ഇതിഹാസ പുരാണാനാം സാരം സമുദ്ധൃതം സതു സംശ്രാവയാമാസ മഹാരാജ്യം പരീക്ഷിതം. ഉഗ്രശ്രവസ് എന്നുള്ള സൂതൻ പറയാ മഹർഷിമാരെടുക്കെ മറ്റെല്ലാ ശാസ്ത്രങ്ങളിലെ സാരമെടുത്ത് വ്യാസഭഗവാൻ അവസാനം നിർമ്മിച്ചതാണ്. അത് എന്നെ പഠിപ്പിച്ചില്ല, അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ശുഗനെ പഠിപ്പിച്ചു. ശുഗൻ ഗംഗാതീരത്തിൽ വെച്ച് പരീക്ഷത്തിന് മഹർഷിമാർക്കും പറഞ്ഞു കൊടുത്തു. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോഹം വ ശ്രാവയിഷ്യാമി
യഥാ അധീതം യഥാമതി. എങ്ങനെയാണോ എനിക്കത് കേട്ട് പഠിക്കാൻ കഴിഞ്ഞത് എൻ്റെ ബുദ്ധിശക്തി അനുസരിച്ച്, അതുപോലെ തന്നെ എങ്ങനെയാണോ നിങ്ങൾക്കത് പറഞ്ഞു തരാൻ കഴിയുക, എൻ്റെ വാക്കിനും ഒരു പരിമിതിയുണ്ട്. നമുക്കൊരു കാര്യം അറിഞ്ഞാലും മറ്റുള്ളവരെ വേണ്ട പോലെ പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്കാൻ അതിന് പ്രത്യേകം കഴിവ് വേണം. ചിലർക്ക് പഠിക്കാൻ കഴിയും, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാവില്ല. ഇത് രണ്ടും കൂടി ചേർന്നാൽ മാത്രമേ ശരിയായിട്ടുള്ള ഒരു വക്താവ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ്. സ്വയം പഠിക്കാനുള്ള കഴിവും വേണം, പഠിച്ചത് മറ്റുള്ളവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുത്താലാണോ മനസ്സിലാവുക അതുപോലെ മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവും വേണം. അവരാണ് ശരിയായിട്ടുള്ള അധ്യാപകൻ, ഉപദേഷ്ടാവ്, ഉപദേശിക്കാൻ കഴിവുള്ള ആള് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞേക്കുന്നത്. നമുക്ക് ചിന്തിച്ചു നോക്കിയാലും അറിയാം, ഒരാളുടെ അറിവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് സൂതൻ പറഞ്ഞത്, എൻ്റെ കഴിവ് അനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് പറയും. മുഴുവൻ കേട്ടു പഠിച്ചു എന്ന് എനിക്ക് അഭിമാനം തോന്നണില്ല, ഞാൻ അഹങ്കരിക്കുന്നില്ല. എന്താണോ ഞാൻ കേട്ട് പഠിച്ചത് അതെങ്ങനെയാണോ നിങ്ങൾക്ക് ഓരോന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വിചാരിച്ച വാക്കുകൾ വരണ്ടേ, അതിനൊക്കെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ആ കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പരീക്ഷിച്ചുക സംവാദ രൂപത്തിൽ പറയാൻ തുടങ്ങി. ശ്രീമദ് ഭാഗവതം ഒരു ശാസ്ത്രമാണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതം ശാസ്ത്രം. ശാസ്ത്രം എന്ന് പറയുമ്പോഴോ നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഗ്രന്ഥം, ഉപദേശിച്ചു തരുന്ന ഗ്രന്ഥം. അത് വേദങ്ങളോ വേദത്തിൻ്റെ സാരമാകുന്ന മറ്റ് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ, ഇതൊക്കെ ആധ്യാത്മിക ശാസ്ത്രങ്ങളാണ്. അതാണ് ആദ്യം തന്നെ ശാസ്ത്രത്തിൻ്റെ ലക്ഷണമെല്ലാം പറയും. പ്രവൃത്തിർവ നിവൃത്തിർവ നിത്യേന കൃതേനവ പുംസാം യേന ഉപദിശ്യേത തത് ശാസ്ത്രം അഭിധീയതേ. അതാണ് ഒന്നുകിൽ വേദങ്ങൾ അല്ലെങ്കിൽ വേദസാരമാകുന്ന ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ മനുഷ്യന് പ്രവൃത്തി നിവൃത്തി രണ്ടും ഉപദേശിച്ചു തരും. ഇന്നത് ചെയ്യണം, അതാണ് പ്രവൃത്തി. ഇന്നത് ചെയ്യരുത്, അത് നിവൃത്തി. ഇത് ഏതെല്ലാം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ ശാസ്ത്രമായിട്ട് നമുക്ക് സ്വീകരിക്കാമെന്നാണ്. അപ്പൊ ശാസ്ത്രം എന്താണെന്നറിയാൻ ഒരു ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ ഇത് ശാസ്ത്രമാണോ അല്ലയോ എന്ന് നമുക്ക് ഈ ലക്ഷണം കൊണ്ട് കണ്ടുപിടിക്കാവുന്നതാണ്. നമുക്ക് വേണ്ട ധർമ്മങ്ങൾ പറഞ്ഞു തന്നുണ്ടോ, ഇന്നത് ചെയ്യരുതെന്ന് നിഷേധം ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളും നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളും ഉപദേശിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ശാസ്ത്രം. എന്നാൽ ഈ ശ്രീമദ് ഭാഗവതത്തിൽ കുറെ അധികം വിശേഷമായിട്ട് ഇത് ഉപദേശിച്ചിട്ടുണ്ട്. അതാണ് സ്വാനുഭാവം, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭാവത്തോടെ ഒരു ശക്തിയോട് കൂടിയിട്ടുള്ള ആ ഭാഗവതം എന്നാണ്. അഖിലശ്രുതി സാരം, എല്ലാ ശാസ്ത്രങ്ങളിലെ സാരമാണ്. ഏകം, ഇതൊക്കെ ബ്രഹ്മത്തിനൊക്കെ കൊടുക്കുന്ന വിശേഷണ. ഏകം ഏവ അദ്വിതീയം ബ്രഹ്മ. അതുപോലെ ഭാഗവതത്തിന് കൊടുത്തേക്കുക ഏകം. ഇതിനോട് തുല്യമായിട്ട് മറ്റ് ഗ്രന്ഥങ്ങളൊന്നുമില്ല എന്നാണ്. ഏതസ്മാത് അപരം കിഞ്ചിത് മനഃശുദ്ധ്യേന വിദ്യതേ എന്ന് മാഹാത്മ്യത്തിൽ പറഞ്ഞു. ആ മനുഷ്യന് ശരിയായിട്ടുള്ള ബോധം, കർത്തവ്യബോധം ഉണ്ടാക്കി തീർക്കാൻ ശ്രീമദ് ഭാഗവതത്തിനോട് തുല്യമായിട്ട് മറ്റൊന്നുമില്ല എന്ന്. അതാണ് ഏകം എന്ന് പറഞ്ഞു. പിന്നെയോ യസ്വാനുഭാവം അഖിലശ്രുതിസാരം ഏകം, അങ്ങനെയുള്ളതാ. അതുപോലെ തന്നെ അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽപ്പെട്ട ആളുകൾക്ക് അതിനെ തരണം ചെയ്യാനുള്ള മാർഗം ഉപദേശിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം എന്നാണ്. അധികം വിഷമമായിട്ടുള്ള, അതുകൊണ്ട് ആ അന്ധകാരത്തെ, അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അതിതീരിഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. ഇങ്ങനെ വലിയൊരു ഗ്രന്ഥം നിർമ്മിച്ചു തന്ന ശുകനെ ഒന്ന് നമസ്കരിക്കണമെന്നാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും ഗഹനമായിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതം. ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ചിലത് ഗ്രഹിക്കാൻ കഴിയും. വീണ്ടും ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ വേറെയും ചിലത് ഗ്രഹിക്കാൻ കഴിയും. ചില വലിയ ആവണങ്ങളുണ്ട്, അങ്ങാടികൾ, കച്ചവട സ്ഥലങ്ങൾ. അവിടെ പോയാൽ നമുക്ക് വേണ്ടതെല്ലാം കിട്ടും. വസ്ത്രങ്ങൾ വേണ്ടവർക്ക് വസ്ത്രം വാങ്ങിക്കാം, മറ്റ് പദാർത്ഥങ്ങൾ വേണ്ട, ആഭരണങ്ങൾ വേണ്ടവർക്ക് അത് സ്വീകരിക്കാം. ഇങ്ങനെ എന്തും സ്വീകരിക്കാമെന്നുള്ള പ്രദേശങ്ങളുണ്ട്. അതുപോലെയാണ് ഭാഗവതത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ. ഒരു ഗൃഹസ്ഥന് വേണമെങ്കിൽ ഗൃഹസ്ഥൻ്റെ ധർമ്മങ്ങൾ,
ബ്രഹ്മചാരി എങ്ങനെ വേണം ജീവിക്കണം എന്നുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് കിട്ടും. ഇതുപോലെ തന്നെ രാജ്യം ഭരിക്കുന്ന രാജാവ് എങ്ങനെ വേണം എന്ന് പൃഥുവിൻ്റെയൊക്കെ ചരിത്രത്തിൽ കൂടെ, ഋഷിമാര് എങ്ങനെ ജീവിക്കണമെന്ന്, ഒരു അവധൂതൻ്റെ ചര്യ എങ്ങനെയെന്ന്, ഇതെല്ലാം തന്നെ ഭാഗവതത്തിലുണ്ട്. അതാണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിഹാസ പുരാണാനാം സാരം സാരം സമുദ്രതം എന്ന് പറഞ്ഞു. മറ്റ് എല്ലാ പുരാണങ്ങളിലും വ്യാപിച്ചു കിടക്കുകയാണ്. അങ്ങനെ നിർമ്മിച്ചിട്ട് ഗ്രന്ഥം നിർമ്മിച്ച് തൃപ്തി വരാതിരിക്കുമ്പോഴാണ് നാരദ മഹർഷി വന്ന് പറഞ്ഞത്, വരാൻ പോകുന്ന ഭയങ്കര കലിയുഗം, ഈ അങ്ങ് നിർമ്മിച്ച ഈ ഗ്രന്ഥങ്ങൾ മുഴുവൻ വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് ധർമ്മം ഗ്രഹിക്കാൻ സാധാരണക്കാർക്ക് പറ്റില്ല. അതുകൊണ്ട് എന്തു വേണം? എല്ലാ ഗ്രന്ഥങ്ങളുടെ സാരമെടുത്ത് ഒരു ഗ്രന്ഥം നിർമ്മിക്കൂ. അപ്പം അതിന് ഭാഗവതം എന്ന് പേര് പറയും. ഭഗവാനെ സംബന്ധിച്ച് മാത്രം വർണ്ണിക്കുന്ന ഗ്രന്ഥം. അപ്പോൾ മാത്രമേ ജനങ്ങൾക്ക് ഉപകാരമാവുള്ളൂ. അല്ലാണ്ട് 81,000 ശ്ലോകമുള്ള സ്കന്ദപുരാണം ആര് വായിച്ചു തീർക്കും? ഏത് സഭയിൽ ചോദിച്ചാലും സ്കന്ദപുരാണം മുഴുവൻ വലിയ ഗ്രന്ഥം, 81,000 ശ്ലോകമുള്ള ഗ്രന്ഥം കണ്ടിട്ടുള്ള ആളുകൾ എത്രയുണ്ടാവും? കുറവാവും. വലിയ പണ്ഡിതന്മാർ പോലും മുഴുവൻ ഭാഗം കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഇരിക്കെ അങ്ങനെയുള്ള പുരാണങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം? 1.25 ലക്ഷം ശ്ലോകമുള്ള മഹാഭാരതം, ഇങ്ങനെയാണ് വലിയ വലിയ പുരാണങ്ങൾ. അതിലൊക്കെ ഓരോരോ ഭാഗങ്ങൾ കഥയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയും. അതിൻ്റെ തത്വം ഗ്രഹിക്കണം. ഹരിശ്ചന്ദ്രന്റെ ചരിത്രം സ്കന്ദപുരാണത്തില് 50 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ഇത് മുഴുവൻ വായിച്ച് അതിൻ്റെ തത്വം ഗ്രഹിക്കാൻ ആർക്ക് പറ്റും? കലികാലത്തുള്ള ആളുകൾ അല്പബുദ്ധികളും അല്പായുസ്സുകളൊക്കെയാ. അത്രയും പാണ്ഡിത്യമൊന്നും അവർക്കുണ്ടാവില്ല. അതുകൊണ്ട് എല്ലാത്തിൻ്റെ സാരമെടുത്ത് ഒരു ഗ്രന്ഥത്തിൽ നിർമ്മിക്കൂ, ഒരു ഗ്രന്ഥത്തിലാക്കി തീർക്കൂ, ലോകത്തിന് വലിയ ഉപകാരമാവും എന്ന് പറഞ്ഞ് നിർമ്മിച്ചതാണ് ഗ്രന്ഥം. അപ്പം അതൊക്കെ കേൾക്കാൻ കഴിയണമെങ്കിൽ ജന്മാന്തരേ ഭവേൽ പുണ്യം എന്ന് പറയും. അപ്പം എല്ലാ ഇതിഹാസ പുരാണങ്ങളുടെ സാരസംഗ്രഹമാണെന്ന് പറഞ്ഞല്ലോ. അതിലിപ്പോൾ വിശേഷമായിട്ട് 24,000 ശ്ലോകമുള്ള ഒരു പുരാണത്തിൻ്റെ സാരമാണ് ഇപ്പോൾ ഒരധ്യായത്തിൽ നമ്മളിവിടെ അനുസ്മരിച്ചത്. വരാഹാവതാരം, ചതുർവിംശതി വാരാഹം. ഓരോ പുരാണത്തിലും എത്രയുണ്ട് ശ്ലോകസംഖ്യ എന്നറിയണമെങ്കിൽ ഈ ഭാഗവതത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ 12ാം സ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിൽ ഓരോ പുരാണത്തിലെ ശ്ലോകസംഖ്യ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ് ചതുർവിംശതി വാരാഹം, 24,000 ശ്ലോകം ഉണ്ടെന്ന്. അതിനെടുത്ത് ഒരധ്യായത്തിൽ സംഗ്രഹിച്ചു. ഭഗവാൻ വരാഹമായിട്ട് അവതരിച്ചു. എന്താ ഈ അവതാരം എന്ന് പറഞ്ഞാൽ? സർവവ്യാപിയായിട്ടുള്ള ഭഗവാൻ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മുടെ ഈ മാംസചക്ഷുസ്സുകൾക്ക് കാണാൻ പറ്റുന്ന ഒരു രൂപം സ്വീകരിക്കുന്നതിനാണ് അവതാരം. അജസ്യ ജന്മ ഉൽപ്പഥനാശനായ കർമാണ്യകർത്തുഹു ഗ്രഹണായ പുംസാം. ഇതാണ് അവതാരങ്ങളെക്കുറിച്ച് പറയുന്നത്. അജസ്യ ജന്മ, എന്നുമുള്ള ആള്. ഭഗവാന് ജനിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ എന്നുണ്ട്, ജനിക്കാൻ പറ്റില്ല. ഭഗവാന് എന്നുള്ള ആളാണ് ഭഗവാൻ. അജൻ, അജോ നിത്യ, നിത്യനായിട്ടുള്ള ആളാണ് ഭഗവാൻ. അപ്പൊ അജസ്യ ജന്മ. പിന്നെ എന്തിനാ ഭഗവാൻ ജനിക്കുന്നതായിട്ടൊക്കെ അഭിനയിക്കുന്നത്? അത് മാർഗം വിട്ട് നടക്കുന്നവർക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കാൻ. ഇന്ന ആളുകൾ ഇന്ന രീതിയിൽ ജീവിക്കാന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥങ്ങൾ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട് ഗ്രന്ഥങ്ങളിലായിട്ട്. പക്ഷെ ജനങ്ങൾ അതൊക്കെ വിട്ട് നടന്ന് ദുഃഖനുഭവിക്കും. വഴിതെറ്റിപ്പോയി ആളുകൾ വളരെ മനസ്സ് അപഥസഞ്ചാരം ചെയ്തു വല്ലാതെ ദുഃഖിക്കും. അപ്പം അവർക്ക് ആ നേർമാർഗം കാണിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അതിന് തടസ്സം, സജ്ജനങ്ങൾക്ക് നേർമാർഗത്തിൽ കൂടെ നടക്കാൻ തടസ്സം ഉണ്ടാക്കുന്ന ആളുകളെ ഇല്ലാതാക്കി എല്ലാവർക്കും ആ നേർമാർഗം കാണിച്ചു കൊടുക്കാൻ. അതാണ് ധർമ്മസംസ്ഥാപനം. സന്മാർഗം ഉപദേശിക്കാൻ, നേർമാർഗം കാണിച്ചു കൊടുക്കാനാണ് ഭഗവാന്റെ അവതാരം. അവതരിച്ച് ആചരിച്ച് കാണിച്ചു കൊടുക്കും. അപ്പൊ ആചാര്യനായി ഭഗവാൻ. ആചരതി ഇതി ആചാര്യ. അപ്പൊ പിന്നെ എളുപ്പമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. അതാണ് കർമാണി അകർത്തുഹു. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെന്താ ഓരോന്ന് ചെയ്യണത്? നമ്മുടെ ഉള്ളിൽ ഓരോ ആഗ്രഹമുണ്ട്, അത് സാധിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുക. ഭഗവാനുണ്ടോ വല്ല ആഗ്രഹങ്ങൾ? ഭഗവാന് വല്ലതും ചെയ്യേണ്ടതുണ്ടോ? പക്ഷെ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ കർമാണ്യകർത്തുഹു ഗ്രഹണായ പുംസാം. അറിവില്ലാത്തവർക്ക് ആചരിച്ച് കാണിച്ചു കൊടുത്ത് അതിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരം. ഇതാണ് ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് സാമാന്യമായിട്ടെന്ന്. അങ്ങനെ വരാഹമായിട്ട് അവതരിച്ചപ്പോൾ കുറേ കാര്യം പഠിപ്പിച്ചു.
കുറേ കർമ്മഠന്മാരായിട്ടുള്ള ആളുകളുണ്ടാകും. ഞങ്ങൾ യാഗം ചെയ്യണു, ഞങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടണു, എന്തിന് ഈശ്വരൻ എന്ന് ചോദിക്കുന്ന കർമ്മഠന്മാർ. പക്ഷെ അവർക്ക് ബോധമുണ്ടാക്കി കൊടുത്തു. അതാണ് അവർക്ക് ബോധമുണ്ടാക്കി കൊടുക്കാൻ. കർമാണ്യകർത്തോഹോ ഗ്രഹണായ പുംസം. ഭഗവാൻ വരാഹരൂപം സ്വീകരിച്ചപ്പോൾ വേറൊരു മൃഗമായിട്ടല്ല ഭഗവാന് തോന്നിയത്. ഭഗവാനെ കണ്ടപ്പോൾ അവർക്ക് തോന്നിയത് യജ്ഞവരാഹമായിട്ടാണ്. യജ്ഞശാലയിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഭഗവാന്റെ ശരീരത്തിൽ അവർ ദർശിച്ചു എന്നാണ്. ഭഗവാന്റെ കണ്ണുകൾ കണ്ടപ്പോൾ, പ്രകാശമാനങ്ങളായുള്ള തിളകുന്ന കണ്ണുകൾ കണ്ടപ്പോൾ അവർക്ക് എന്ത് തോന്നി? 2 പാത്രത്തിൽ നെയ്യ് ഉരുക്കി വച്ചിരിക്കാൻ തോന്നി, ഹോമിക്കാൻ വേണ്ടിയിട്ട്. അതവർക്ക് തോന്നണത്. 4 പാദങ്ങൾ കണ്ടപ്പോൾ യജമാനെ സഹായിക്കാൻ നിൽക്കുന്ന 4 ഋത്വിക്കുകൾ, അധ്വരു, ഹോതാവ്, ഉദ്ഗാതാവ്, ബ്രഹ്മൻ, ഇങ്ങനെ 4 പ്രധാന ഋത്വിക്കുകളാണ് യജ്ഞത്തിലെ യജമാനെ സഹായിക്കാൻ. പിന്നെ ഈ 4 ആൾക്ക് മറ്റ് സഹായികൾ ഉണ്ടാവും, ശിഷ്യന്മാരൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ്. 4 പാദങ്ങൾ കണ്ടപ്പോൾ ഇവർക്ക് എന്താ തോന്നണത്? വരാഹത്തിൽ നിന്നല്ല കാണണേ, യജ്ഞശാലയിലെ യജമാനെ സഹായിക്കാൻ ഇതാ 4 ആൾക്കാരും നിൽക്കുന്നതായിട്ടാണ് തോന്നി. വരാഹമൂർത്തിയുടെ ശരീരത്തിലെ നീണ്ട രോമങ്ങൾ കണ്ടപ്പോഴോ യജ്ഞശാല മുഴുവൻ ദർഭപ്പുല്ല് വിരിച്ചായിട്ട് തോന്നി എന്നാണ്. അങ്ങനെ അവർക്ക് തോന്നിയത്. യജ്ഞശാലയിൽ ധാരാളം ദർഭപ്പുല്ല് ഉപയോഗിക്കും. ആ ദർഭപ്പുല്ലായിട്ട് അവർക്ക് തോന്നി. പിന്നെ ചുണ്ടുകൾ ഒക്കെ കണ്ടപ്പോൾ സ്രുവം, യുഹു, മൂക്കൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഹോമിക്കാനുള്ള ഓരോ ഹോമിക്കാനുള്ള ഉപകരണങ്ങളാണല്ലോ സ്രുവം, യുഹു ഒക്കെ. അതായിട്ട് അതുപോലെ തന്നെ കാതുകളൊക്കെ കാണുമ്പോൾ ഓരോ പാത്രങ്ങളായിട്ട് തോന്നിയ അവരുടെ ദൃഷ്ടിയിൽ വരാഹമൊന്നുമില്ല അവിടെ. യജ്ഞശാല തന്നെ, യജ്ഞശാലയാണ് അവർ കാണുന്നത്. ഇത് കണ്ടപ്പോഴാണ് അവർക്ക് ബോധം വന്നത്. അവർ വേദമൊക്കെ പഠിച്ചിട്ടുണ്ട്. വേദത്തിലൊരു വാക്യമുണ്ട്, യജ്ഞോ വൈ വിഷ്ണു. യജ്ഞം എന്ന് പറഞ്ഞാൽ അതിന് വിഷ്ണു എന്നൊരർത്ഥം വേദത്തിൽ. ഇപ്പം അവർക്ക് ബോധം വന്നു. അതാണ് യജ്ഞോ യജ്ഞപതി യജ്വാ യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞഭൃത് യജ്ഞകൃത് യജ്ഞി എന്നൊക്കെ പറഞ്ഞ് യജ്ഞത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് യജ്ഞശബ്ദം ഉപയോഗിച്ച് വിഷ്ണു സഹസ്രനാമത്തിൽ അനവധി നാമങ്ങൾ അവസാനം. ഇതൊക്കെ കണ്ടപ്പോഴാണ് അവർക്ക് ബോധം വന്നത്, ഈ യജ്ഞം നമ്മൾ ആരാധിക്കുന്നത് ഈ വിഷ്ണുവിനെ, അതുകൊണ്ടാണ് ഫലം കിട്ടണേ. നമുക്ക് ഇത്രയും വിവേകമില്ലാണ്ടായാലും ഇതേവരെ നമ്മൾ ഭഗവാനെ മറന്നല്ലേ ജീവിച്ചത്, ഇനി ഭഗവാന് സമർപ്പിക്കാമെന്നും പറഞ്ഞ് അവരൊക്കെ ഭഗവാന് സമർപ്പിച്ചു എന്നാണ്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഈ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നു. 12 ശ്ലോകങ്ങളിലെ യജ്ഞവരാഹ സ്തോത്രം. ജിതം ജിതം തേ ജിത യജ്ഞഭാവന ത്രയീം തനും സ്വാം പരിധുന്വതേ നമഃ യദ്രോമഗർത്തേഷു നിലില്യുരധ്വരാഹ തസ്മൈ നമഃ കാരണസൂകരായതേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ സ്തുതിക്കുക. ഭഗവാൻ അവരെ എങ്ങനെ അനുഗ്രഹിച്ചു? വെള്ളത്തിൽ നിന്നാണല്ലോ കയറി വന്നേക്കണേ. വെള്ളത്തിൽ നിന്ന് കയറി വരുന്നു. ശരീരത്തിൽ നിറച്ച രോമം. ശരീരത്തിൽ രോമമുള്ള മൃഗങ്ങൾ എന്ത് ചെയ്യും? വെള്ളം കളയാൻ ശരീരം കുടയും. ഇതുപോലെ ശരീരം കുടഞ്ഞപ്പോൾ സത്യലോകം വരെ സ്തുതിച്ചു നിൽക്കുന്ന ഋഷിമാരുടെ ശരീരത്തിൽ മുഴുവൻ തീർത്ഥം തളിച്ച പോലെയായിരുന്ന. ഇങ്ങനെ അവർക്ക് മുഴുവൻ ബോധമുണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് ഞാനാണ് യജ്ഞഫലദാതാവ്, യത് തപസ്യസി കൗന്ദേയ തൽ കുരുഷ്വമദർപ്പണം. എന്തൊക്കെ ചെയ്യണ്ടോ അതൊക്കെ എനിക്ക് സമർപ്പിക്കൂ. നിങ്ങൾ എന്നെ മറന്നുകൊണ്ടല്ലേ കർമ്മം ചെയ്തേർന്നേ? അങ്ങനെ ആയാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും, കർമ്മബന്ധം വരും. എന്നിൽ സമർപ്പിക്കൂ എന്ന് ഭഗവാൻ അവർക്ക് ഉപദേശിച്ച പോലെ തോന്നി. അവർ നല്ല ഭക്തന്മാരായി തീർന്നു. ഇതാണ് ഭഗവാന്റെ അവതാരം കൊണ്ട് വലിയ വലിയ ആളുകൾക്ക് ഉപദേശം കൊടുത്ത് അവർ വിവേകികളായാൽ അവരെ കണ്ടല്ലേ മറ്റുള്ളവരെ അനുസരിക്കുക. അപ്പം അവർ നന്നായിക്കോളും. ഒരു 10 ആൾ നല്ല ആളുണ്ടെങ്കിൽ അവരെ അടുക്ക കൂടുന്ന ആളുകളും കൂടി നന്നായി വന്നോളൂ. അതിനുവേണ്ടി വലിയ വലിയ ഋഷീശ്വരന്മാർക്ക് യജ്ഞശീർഷണ്യാചരിതം തത്വതനുവർത്തതേ ലോകാഹ. വലിയ വലിയ ആളുകൾ എന്ത് ചെയ്യണോ അതിനെ മറ്റുള്ളവരെ അനുകരിക്കും. അതുകൊണ്ട് ഭഗവാൻ അവർക്കൊക്കെ ബോധമുണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് ഭഗവാൻ അവിടെ അന്തർധാനം ചെയ്തതെന്നാണ്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞു ഒരധ്യായത്തിൽ. അപ്പോഴാണ് മൈത്രേയ മഹർഷിയാണല്ലോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണേ. 3-ാം സ്കന്ധത്തിൽ 5-ാം അധ്യായം തുടങ്ങിയാൽ 4-ാം സ്കന്ധത്തിൽ അവസാനം വരെയുള്ള 60 അധ്യായങ്ങൾ വിതുരമൈത്രേയ സംവാദം. ആരാണ് ഏറ്റവും യോഗ്യൻ എന്ന് പറയാൻ വയ്യ. വലിയ ജ്ഞാനി പുരാണ ആചാര്യനായിട്ടുള്ള ആള് മൈത്രേയ മഹർഷി.
ഭഗവാൻ തന്നെ അനുഗ്രഹിച്ച് പറഞ്ഞേക്കുക വിതുരർക്ക് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന്. അങ്ങനെ ഏൽപ്പിച്ചേക്കണ ആളാണ് മൈത്രേയ മഹർഷി. വിതുരരെന്ന് പറഞ്ഞാൽ സാക്ഷാത് ധർമ്മദേവൻ തന്നെ. മാണ്ഡവ്യ ശാപം മൂലം ഭൂമിയിൽ വന്നിരിക്കുന്ന വ്യാസപുത്രനായിട്ട് ജനിച്ച ആള്. വിതുരരെ വാക്കിന് തന്നെ നല്ല അർത്ഥം, നല്ല അറിവുള്ള ആളെന്നാണ് അർത്ഥം. ഇങ്ങനെ രണ്ടാളുകൾ അവർ തമ്മിലുള്ള സംഭാഷണം, വിതുര മൈത്രേയ സംവാദം, 60 അധ്യായങ്ങൾ നീണ്ടു നിൽക്കുന്നു, 2700 ചില്ലാന ശ്ലോകങ്ങൾ. അപ്പോൾ മഹാത്മാക്കൾ കൂടിച്ചേർന്നാൽ, സജ്ജനങ്ങൾ കൂടിച്ചേർന്നാൽ അവരുടെ സംഭാഷണം എങ്ങനെയുള്ളതാ? സർവേഷാം വിതനോദീശം യത് സംഭാഷണ സംപ്രശ്ന സർവേഷാം വിതനോദിശം. മഹാത്മാക്കൾ തമ്മിലുള്ള സംഭാഷണം കേൾക്കുന്നവർക്കൊക്കെ തന്നെ ശം വിതനോദി എന്നാണ്, മംഗളം ഉണ്ടാക്കി തീർക്കും. അവരാവശ്യമില്ലാണ്ട് സജ്ജനങ്ങൾ ഒരക്ഷരം പോലും പറയില്ല. സജ്ജനങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഓരോ ശാസ്ത്രസാരങ്ങളാവും, കേൾക്കുന്നവർക്ക് ഉപകാരമാവട്ടെ, അറിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ ചോദ്യോത്തരങ്ങൾ നടത്തുക. അങ്ങനെയുള്ളതാണ് 60 അധ്യായങ്ങൾ. അതാ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞപ്പോൾ അതിൻ്റെ ഫലശ്രുതിയൊക്കെ പറഞ്ഞ് കേൾക്കുന്നവർക്ക് എല്ലാ മംഗളങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തിയപ്പോഴാണ് വിതുരർ വീണ്ടും ചോദിക്കുക, അങ്ങ് പറഞ്ഞില്ലേ ആ ഭൂമി ഉയർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് ഒരു അസുരൻ യുദ്ധത്തിന് വന്നു, ആ അസുരനെ നിഗ്രഹിച്ചു എന്ന് പറഞ്ഞല്ലോ, മറ്റെല്ലാ ഋഷീശ്വരന്മാരും സ്തുതിച്ചുകൊണ്ട് നിന്നു, ഇവന് മാത്രം എങ്ങനെ ദുർബുദ്ധിയായേ ഇങ്ങനെ ഭഗവാനോട് യുദ്ധം ചെയ്യാനും ഭഗവാനെ ശകാരിക്കാനൊക്കെ തോന്നിയെന്ന് ചോദിച്ചു. അപ്പൊ അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ആരംഭിക്കുന്നത്. നിശമ്യ കൗഷാരവിണോപവർണിതാം ഹരേ കഥാം കാരണസൂകരാത്മന പുനഃസപപ്രച്ഛതമുദ്യതാഞ്ജലി നാതി തൃപ്തോ വിദുരോ ധൃതവ്രതഃ. ഇങ്ങനെ മുഴുവൻ കേൾക്കാൻ വേണ്ടി മൈത്രേയ മഹത്വത്തിൽ നിന്നെല്ലാം കേൾക്കാനായിട്ടിരിക്കുന്ന വിതുരര് വീണ്ടും അത് ചോദിച്ചു. എങ്ങനെ ഈ അസുരന് എങ്ങനെ വിരോധം വന്നു, അവനെങ്ങനെ ദുഷ്ടബുദ്ധിയായത് എങ്ങനെ? അതുപോലെ തന്നെ മറ്റൊന്നറിയണം, ഭഗവാന്റെ കൈകൊണ്ട് മരണം സംഭവിക്കാൻ അവർക്ക് പുണ്യം കിട്ടി, അതെങ്ങനെയെല്ലാം പറയണമെന്ന് പറയും. അപ്പോഴാണത് വർണ്ണിക്കാൻ തുടങ്ങി. 3 4 സ്കന്ധങ്ങളാണല്ലോ സർഗം വിസർഗം ഒക്കെ കൂടി പറയണത്. മഹാത്മാക്കൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം പുരുഷാർത്ഥങ്ങൾ നേടിത്തരുന്നതാണ്. എന്താ പുരുഷാർത്ഥം? 4 എണ്ണമായിട്ട് പറയും. ഇതാണ് മനുഷ്യനെ അറിഞ്ഞിരിക്കേണ്ടത്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. ഇതാണ് മനുഷ്യനെ അറിഞ്ഞിരിക്കേണ്ടത്. അതിനാണ് പുരുഷാർത്ഥം. പുരുഷൈഹി അർത്ഥ്യതേ ഇത് പുരുഷാർത്ഥ. എല്ലാവരും ആഗ്രഹിക്കേണ്ടത്, മനുഷ്യന്മം കിട്ടിയാൽ അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ടാണ് പുരുഷാർത്ഥം എന്ന പേര്. ധർമ്മം എന്ന് പറഞ്ഞാലോ മനുഷ്യന്റെ കർത്തവ്യം വേണ്ട പോലെ നിർവഹിക്കൽ. ഇതാണ് ധർമ്മം. വേദോക്തം കർത്തവ്യം കർമ്മ ധർമ്മ. ശാസ്ത്രങ്ങളിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും, അത് വേണ്ട പോലെ അനുഷ്ഠിക്കൽ ധർമ്മം. അർത്ഥം എന്ന് പറഞ്ഞാലോ ഈ ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ട പദാർത്ഥങ്ങൾ നമ്മൾ സംഭരിക്കൽ. ഇതാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ. കാമം എന്ന് പറഞ്ഞാലോ ഈ സംഭരിച്ച പദാർത്ഥങ്ങൾ വേണ്ട പോലെ ഉപയോഗിക്കൽ. ഒരു അധികമോ കുറവോ കൂടാതെ വേണ്ട പോലെ നമ്മൾ പദാർത്ഥങ്ങൾ, വിഷയങ്ങളെ വേണ്ട പോലെ അനുഭവിക്കൽ. ഇതിനാണ് കാമം എന്ന് പറയാം. ഇത് 3ഉം വേണ്ട പോലെ ആയാൽ, അപ്പൊ ധർമ്മ അനുഷ്ഠാനം, അതുപോലെ തന്നെ അർത്ഥങ്ങളെ വേണ്ട പോലെ ഉപയോഗിക്കൽ, വിഷയങ്ങളെ വേണ്ട പോലെ അനുഭവിക്കൽ, ഇത് 3ഉം നടന്നാൽ മോക്ഷമാകുന്ന പുരുഷാർത്ഥം നമുക്ക് തന്നെ വന്നു ചേരുന്ന തുഷ്ടി പുഷ്ടിഹി ക്ഷുതപായോനുഘാസം എന്ന ഏകാദശത്തിൽ പറയും. ഒരാളൊക്കെ വിശപ്പുണ്ട്, ഭക്ഷണം കഴിച്ചാൽ മതി, വിശപ്പ് മാറാൻ വേറെ പണികളൊന്നും ചെയ്യേണ്ടതില്ല. രോഗം വന്നു, ഔഷധം സേവിച്ചാൽ മതി, ഔഷധം സേവിക്കുകയും പിന്നെ രോഗമില്ലാണ്ടാവാൻ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഈ ഔഷധം തന്നെ രോഗത്തെ ശമിപ്പിച്ചോളും. കഴിക്കുന്ന ഭക്ഷണം വിശപ്പിനെ ഇല്ലാതാക്കിക്കോളും. ഇതുപോലെ ഈ 3 എണ്ണം വേണ്ട അനുപോലെ അനുഷ്ഠിച്ചാൽ വിഷയങ്ങളിൽ ആസക്തിയില്ലാതായി ശരിയായിട്ട് മനസ്സിന് ഒരു ശാന്തി നമുക്ക് കിട്ടും. ഈ 3 എണ്ണം ധർമ്മ അർത്ഥ കാമങ്ങളെ വേണ്ട പോലെ ഉപയോഗിച്ചാൽ, വേണ്ട പോലെ അനുഷ്ഠിച്ചാൽ മോക്ഷമാകുന്ന വിഷയാസക്തി, വിഷയങ്ങളിലേക്ക് മനസ്സ് പോകുന്നത് ഇല്ലാതായി മനസ്സിന് നിത്യശാന്തി കിട്ടും. ആധ്യാത്മികമായിട്ട്
ആധിദൈവികമായിട്ട് ആധിഭൗതികമായിട്ടെല്ലാം കൊണ്ടൊരു മനസ്സിന് ഒരു ശാന്തത. ഇത് തന്നെയാ മോക്ഷം. എന്താ മോക്ഷം എന്ന് പല നിർവചനം ഉണ്ടെങ്കിലും ഒരു നിർവചനം, മോക്ഷോ നിർവിഷയം മനഃ. ഇപ്പൊ നമ്മുടെ മനസ്സിൽ പല വിഷയങ്ങളുണ്ടാവും, അതൊക്കെ ഇല്ലാതാവുക. മനസ്സ് അതിൻ്റെ അവസ്ഥയിൽ മറ്റൊന്നിനോടും ബന്ധപ്പെടാതിരിക്കുക. ബന്ധമുണ്ടോ നമുക്ക് ദുഃഖമാണ്. ബന്ധം എന്ന് പറഞ്ഞാൽ ദുഃഖമല്ലേ, കെട്ടിയിട്ടുണ്ടെങ്കിൽ ദുഃഖം. അപ്പൊ ബന്ധം ഒന്നിനോടും ബന്ധപ്പെടാതെ മനസ്സിരിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് മോക്ഷം. മോക്ഷോ നിർവിഷയം മനഃ എന്ന് നിർവചനം. ആ ഒരവസ്ഥയിലേക്ക് വേണ്ട കാര്യങ്ങളാണ് ഇതിലൊക്കെ പ്രധാനമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ അത് ചുരുക്കി കേട്ടപ്പോഴാണ് വിസ്തരിച്ച് കേൾക്കണം. അത് ഇവരുടെ സംഭാഷണത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. വിതുരമൈത്രേയ സംവാദത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് പറഞ്ഞു തരിക. അപ്പം ഇങ്ങനെ ചുരുക്കി കേട്ടപ്പോഴാണ് വിസ്തരിച്ച് കേൾക്കണം എന്ന് പറയുമ്പോൾ പിന്നെ 6 അധ്യായങ്ങളിലാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ 24,000 ശ്ലോകമുള്ള വരാഹപുരാണം ഇവിടെ 7 അധ്യായത്തിൽ സംഗ്രഹിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരധ്യായത്തിൽ വരാഹ അവതാരം പറഞ്ഞു, ഇനി 6 അധ്യായം കൊണ്ട് അതന്നെ വിസ്തരിച്ച് വർണ്ണിക്കുക. അത് വിതുരരുടെ ചോദ്യമാണ്. എങ്ങനെയാണ് ഈ അസുരൻ ഭഗവാനായിട്ട് യുദ്ധത്തിന് ചെന്നത്? എങ്ങനെയാ ഭഗവാന്റെ കൈകൊണ്ട് അവന് മരണം സംഭവിച്ചത്? അതും പുണ്യം വേണം, ഭഗവാന്റെ കൈകൊണ്ട് മരണം സംഭവിക്കണമെങ്കിൽ. അതെല്ലാം കേൾക്കണം എന്ന് പറയുമ്പോൾ ആ സന്ദർഭമാണ് അവിടെ വർണ്ണിച്ചത്. കശ്യപന് അദിതി ദിതി മുതലായിട്ടുള്ള ആ പുത്രന്മാര്, പത്നിമാര്, അതിലൊക്കെ പല ആൾക്കാരിലും പുത്രന്മാരൊക്കെ ഉണ്ടായി. ആ അദിതി ദിതി മുതലായിട്ടുള്ള പത്നിമാരിൽ. പക്ഷെ ദിതിയിൽ മാത്രം പുത്രന്മാരൊന്നും ഉണ്ടായില്ല. അപ്പോൾ വല്ലാത്ത വിഷമായി. ഒരാളുടെ പത്നിമാരില് ചില ആളുകൾക്ക് സന്താനങ്ങളുണ്ടായി, ഒരാൾക്ക് ഉണ്ടാവാതിരിക്കുമ്പോഴോ കൂടുതൽ ദുഃഖം ഉണ്ടാവും. അങ്ങനെ വല്ലാതെ ദുഃഖിച്ചിരിക്കുന്നു. ഒരു ദിവസം കശ്യപൻ ചോദിക്കുന്നു, എന്താ നിന്റെ ദുഃഖം, എന്താ വിഷമം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങയിൽ നിന്ന് മറ്റുള്ളവർക്കൊക്കെ സന്താനം ഉണ്ടായി, എനിക്കുണ്ടായിട്ടില്ല, അതുകൊണ്ട് വല്ല ദുഃഖിച്ചിരിക്കുകയാണ്. അങ്ങയിൽ നിന്ന് സന്താനം ഉണ്ടാവണം, അതിനെ അനുഗ്രഹിക്കണമെന്നുള്ളൂ. ശരി, നീ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്നോ, എന്നിൽ നിന്ന് നിനക്കും സന്താനങ്ങളൊക്കെ ഉണ്ടാവും മറ്റുള്ളവരെ പോലെയെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാൻ തോന്നിയില്ല. പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു, ഇനി കാത്തിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് വേണ്ട ഉപദേശം. ഇത് ഏത് സമയത്തത്? സന്ധ്യാസമയം. സന്ധ്യാവന്ദനത്തിനൊക്കെ തയ്യാറായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ലൗകികമായിട്ടുള്ള ഇന്ദ്രിയ സുഖങ്ങളെക്കുറിച്ച് ചോദിച്ചത്, ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച്. അവിടെ ദീർഘമായിട്ടുള്ള ഒരു ഉപദേശമുണ്ട് കശ്യപൻ്റെ. ഇങ്ങനെയാണ് ഓരോ സന്ദർഭം ഉണ്ടാക്കി നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരിക. അപ്പോൾ അവിടെ പറഞ്ഞു, ഈ സമയം ഭഗവാനെ ഉപാസിക്കേണ്ട സമയമാണ്. 3 സന്ധ്യകൾ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രാതസന്ധ്യ, മധ്യാഹ്നസന്ധ്യ, സായം സന്ധ്യ. ഇതിൽ പ്രാതസന്ധ്യയ്ക്കും സന്ധ്യാസന്ധ്യയ്ക്കും കുറച്ച് അധികം പ്രാധാന്യം. ഈ 2 സന്ധ്യകൾ. ആ സമയത്ത് ധർമ്മവിഷയങ്ങൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ വരാൻ പാടുള്ളൂ. അതുകൊണ്ട് സായം സന്ധ്യാസമയമാണ് ദേവി. ഭഗവാൻ പരമശിവൻ ഭൂതഗണങ്ങളും എല്ലാവരും കൂടിക്കൊണ്ട് എല്ലാ ദിക്കിലും സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പൊ ആരാണോ ഭഗവാനെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കെല്ലാ മംഗളങ്ങളും ഭഗവാൻ തരും. അല്ല, ആ സമയത്ത് മറ്റ് വിഷയങ്ങളൊക്കെ ചിന്തിച്ചും അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാത്ത അനർത്ഥങ്ങൾ വരും കേട്ടോ എന്ന് പറയും. വേദത്തിന്റെ സാര പറഞ്ഞു കൊടുക്കുന്നത്. തൽ കഥാസുതു വേദാർത്ഥ ശ്ലോകേ ശ്ലോകേ പദേ പദേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ പദത്തിലും ഓരോ ശ്ലോകത്തിലും ഓരോ പദത്തിൽ പോലും വേദത്തിന്റെ സാരമാണെന്നാണ്. വേദത്തിലുള്ള വാക്യാണല്ലോ സന്ധ്യാം ഉപാസീത, സന്ധ്യയെ ഉപാസിക്കൂ. എല്ലാപ്പോഴും ഈശ്വര വിചാരത്തോടുകൂടി ജീവിക്കേണ്ടതാണ്. കായേന വാചാ മനസാ ഇന്ദ്രിയേർവ. പക്ഷെ എല്ലാ സമയത്തും പറ്റിയില്ലെങ്കിലും ചില സമയത്ത് പ്രത്യേകം. എന്തിനൊരു സമയം വച്ചാലേ വേണ്ട പോലെ നടക്കുള്ളൂ. എപ്പോൾ വേണമെങ്കിലും ആവാം, എപ്പോൾ വേണമെങ്കിലും ആവാം, എന്ന് വേണമെങ്കിലും ആവാന്ന് പറഞ്ഞാൽ അതങ്ങനെ നീണ്ടു പോകും. നടക്കില്ല ആ കാര്യം. ഇന്ന ദിവസം ഇന്ന സമയത്തെന്ന് പറഞ്ഞാൽ നമുക്കത് നടത്താൻ പറ്റും. അതിനാണ് ഈ എല്ലാ വിഷയങ്ങൾക്കും ഒരു സമയം പ്രത്യേകം വെച്ചേക്കുന്നത്. അതുകൊണ്ട് സന്ധ്യാസമയം എന്ന് വെച്ചപ്പോൾ ആ സമയത്തെങ്കിലും ചെയ്യൂലോ എന്നാണ്, നല്ല വിചാരം ചെയ്യൂലോ, അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മറ്റ് ചിന്തകളൊന്നും അരുതെന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ അതൊന്നും കേൾക്കാൻ തോന്നിയില്ല. അങ്ങനെ സന്ധ്യാസമയത്ത് ഗർഭം ധരിച്ചു. അപ്പൊ പറഞ്ഞു, ഭഗവാനെ നിന്ദിച്ചില്ലേ, എൻ്റെ വാക്ക് കേൾക്കാതെ ഒക്കെ ഇരുന്നില്ലേ, ഇതുകൊണ്ട് ഉണ്ടാവുന്ന പുത്രന്മാര് അതിഭയങ്കരന്മാരാകുന്നു, ഭയങ്കര അസുരന്മാരായിട്ട് ജനിക്കുന്നു. അപ്പോഴേക്കും ദിതിയുടെ മനസ്സൊക്കെ മാറി
ഭഗവാൻ ക്ഷമിക്കട്ടെ, അവിടുത്തെ വാക്ക് നിന്ദിച്ചുകൊണ്ട് ഞാൻ ഭഗവാനെയൊക്കെ നിന്ദിച്ചു, അതുകൊണ്ട് എനിക്ക് അങ്ങനെ വിഷമം വരരുത്, എൻ്റെ പുത്രന്മാരങ്ങനെ ദുഷ്ടന്മാരാവരുതെന്ന് പറഞ്ഞു. കശ്യപൻ പറഞ്ഞു, പുത്രന്മാരിങ്ങനെ തന്നെ ആവും, രണ്ടാൾക്കാർ അതിഭയങ്കരന്മാർ. പക്ഷെ നിനക്കൊന്ന് കുറച്ച് സമാധാനിക്കാം. എന്താ അത്? ഈ രണ്ട് ഭയങ്കരന്മാർ വന്ന് ലോകത്തെ വല്ലാതെ ഉപദ്രവിക്കുമ്പോൾ ഭഗവാൻ തന്നെ അവതരിച്ച് അവരെ നിഗ്രഹിക്കും. ഭഗവാന്റെ കൈകൊണ്ടാവും അവർക്ക് മരണം സംഭവിക്കുക. അതുകൊണ്ട് നിനക്ക് കുറച്ചൊന്ന് സമാധാനിക്കാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് പിന്നെയും പറഞ്ഞു, എൻ്റെ പുത്രന്മാർ ഒരാളെങ്കിലും നന്നായി വരണം എന്നൊക്കെ. അപ്പൊ പറഞ്ഞു, ഒരാൾ നന്നായി വരും. ആരാത്? പുത്രന്മാരല്ല, പുത്രന്റെ പുത്രൻ. അത് പ്രഹ്ലാദനെ കുറിച്ചാണ് പറഞ്ഞത്. ജനിക്കാൻ പോണ ആൾക്കാർ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപുവാണ്. അതിൽ ഹിരണ്യകശിപുവിൻ്റെ പുത്രനായിട്ട് ഭാവിയിൽ പ്രഹ്ലാദൻ ജനിക്കും. എല്ലാവരും ആദരിക്കുന്ന ഒരാളാവും. ആ പ്രഹ്ലാദന്റെ ആ ഗുണങ്ങളൊക്കെ അവിടെ വർണ്ണിച്ച് കേൾപ്പിക്കുന്നുണ്ട്. അവിടെ ഹൃഷ്ട പരർധ്യാ വ്യഥിതോ ദുഃഖിതേഷു, മറ്റ് ദീനന്മാരിലെല്ലാം ദയ കാണിച്ചുകൊണ്ട് എങ്ങനെയാണോ നൈദാഹികം താപമി ഓടുരാജ, പകലൊക്കെ വലിയ സൂര്യന്റെ താപമേറ്റ് വല്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് സന്ധ്യ നേരത്ത് പൂർണ്ണ കലകളോടുകൂടി ചന്ദ്രൻ ഉദിച്ചു വന്നാൽ എങ്ങനെ സന്തോഷം ഉണ്ടാവും? ഇതുപോലെ സംസാര താപതപ്തന്മാരായിട്ടുള്ളവർക്ക് മുഴുവൻ വേണ്ട ഉപദേശം കൊടുക്കും, അസുരന്മാർക്ക് പോലും. കൗമാര ആചരൽ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവമർത്ഥദം എന്നൊക്കെ പ്രഹ്ലാദന്റെ ഉപദേശമുണ്ട്. അസുരന്മാർക്ക് കൊടുക്കുന്ന ഉപദേശം. ഇങ്ങനെ എല്ലാവർക്കും സ്വസ്ത്യസ്തു വിശ്വസ്യ ഖലപ്രസീദതാം ധ്യായന്തു ഭൂതാനി ശിവം മിഥോധിയ. ദുഷ്ടന്മാരുടെ പോലും മനസ്സ് തെളിഞ്ഞ് ഭഗവാനെ ഉപാസിക്കാൻ തോന്നട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന സർവ്വ ആരാധ്യനായിട്ടുള്ള നിനക്കൊരു പൗത്രനുണ്ടാവും എന്ന് പറഞ്ഞ് ദിതിയെ അവിടെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴാണ് അവർ പ്രസവിക്കാറായ ദിതി. ഭയങ്കരന്മാരല്ലേ ജനിക്കാൻ പോണേ, ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, ലോകത്തെ മുഴുവൻ വിറപ്പിക്കുന്ന ആളുകളാണ് വരാൻ പോണേ. ഇത് കണ്ട് ദേവന്മാർക്കൊക്കെ ഭയമായി. ദേവന്മാരെല്ലാം കൂടി ചെന്നു ബ്രഹ്മാവിൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞു, എന്താണെന്നറിയില്ലോ, വലിയൊരു ആപത്ത് വരാൻ പോണല്ലോ എന്ന്. അപ്പോഴാണ് ബ്രഹ്മദേവൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇതെന്താണെന്നറിയോ, 2 അസുരന്മാർ ജനിക്കാൻ പോണ്ട്. ദിതി പ്രസവിച്ച് 2 ആൾക്കാർ ജനിക്കാൻ പോണ്ട്, അതുകൊണ്ടാണെന്ന് പറയും. അപ്പൊ പറയാണ്, ഇതിനു മുമ്പ് അസുരന്മാർ പലരും ഉണ്ടായിട്ടുണ്ടല്ലോ, അന്നൊന്നും കാണാത്ത ഇത്രയും വലിയൊരു ഭയങ്കരത എന്താണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇതേവരെയുള്ള അസുരന്മാർ പോലെയല്ല, ഈ അസുരന്മാർക്ക് കുറച്ച് പ്രത്യേകതയുണ്ട്. എന്താ അത്? ഭഗവാന്റെ തന്നെ ഭൃത്യന്മാരായിട്ടുള്ള ജയവിജയന്മാരാണ് അസുരന്മാരായിട്ട് വരണേന്ന് പറയും. ഭഗവാന്റെ തന്നെ ഭൃത്യന്മാര്, ജയൻ വിജയൻ 2 ആൾക്കാർ, അവരാണ് അസുരന്മാരായിട്ട് വരണേന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ചോദിച്ചു, അവർക്ക് എങ്ങനെയാ അസുരന്മാരായിട്ട് ജനിക്കേണ്ടി വന്നേ? ഭഗവാന്റെ ഭൃത്യന്മാർക്ക് ഭഗവാൻ സാരൂപ്യ മുക്തി കൊടുത്ത് നിർത്തിയേക്കണതാ. തൻ്റെ രൂപം കൊടുക്കുക ഭഗവാൻ. ഭൃത്യന്മാരെ 4 തരത്തിലാണ് ഭഗവാൻ അനുഗ്രഹിക്കുക. ഒന്ന്, സാമീപ്യം, ഭഗവാന്റെ അടുത്ത് നിൽക്കാം. അതുപോലെ തന്നെ ആ സമീപത്തിൽ നിൽക്കണതിന് സാമീപ്യം. ഭഗവാന്റെ തന്നെ രൂപം കൊടുക്കും, അതിന് സാരൂപ്യം എന്ന് പറയും. പിന്നെ സാലോക്യം, ഭഗവാന്റെ ലോകത്ത് താമസിക്കാം, അതിന് സാലോക്യം പറയും. പിന്നെ സായുജ്യം, ഭഗവാനിൽ ലയിച്ചു ചേരാം. ഇങ്ങനെ 4 തരത്തിൽ. അതിൽ ഭഗവാന്റെ സാരൂപ്യം, ഭഗവാൻ തൻ്റെ തന്നെ രൂപം കൊടുത്ത് തന്നെ നിർത്തിയിരിക്കുക. അവരാണ് ജയവിജയന്മാർ, അവരാണ് അധപ്പതിച്ച് അസുരന്മാരായി വന്നതെന്ന് ചോദിച്ചു പറഞ്ഞു. അപ്പൊ സംശയം കൂടുതലായി. എന്താ കാരണം? ഭഗവാന്റെ പാദത്തിലെത്തിയ ആളുകൾക്ക്, സാരൂപ്യ മുക്തി കിട്ടിയ ആളുകൾക്ക് അധപ്പതനം വന്നോ എന്ന് ചോദിക്കുക. അപ്പോഴാണ് അധപ്പതനം വന്നു. അതിനെന്താ കാരണം? സജ്ജനങ്ങളെ നിന്ദിച്ചു എന്നാണ്. എപ്പോ ധർമ്മം വിട്ട ഒരാൾ പെരുമാറണോ ആ സമയത്ത് മനുഷ്യന് അധപ്പതനം നിശ്ചയമാണെന്ന് കാണിക്കാനാണ്. ധർമ്മം വിട്ട് നടന്നാൽ മനുഷ്യന് അധപ്പതനം. അതാണല്ലോ ധർമ്മമാർഗം ഉപദേശിച്ചു കൊടുക്കുന്നതാണല്ലോ ഗ്രന്ഥങ്ങൾ. സജ്ജനങ്ങളെ നിന്ദ ചെയ്തിട്ടുണ്ടെങ്കിൽ, സജ്ജനങ്ങളെ നിന്ദിച്ചാൽ എത്ര ഉയർന്ന പദവിയിലെത്തിയ ആൾക്കും അധപ്പതനം വരും. ഏത് ഇന്ദ്രനായാലും വേണ്ടില്ല, ഏത് ബ്രഹ്മാവായാലും വേണ്ടില്ല, ആർക്കും. സജ്ജനങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എത്ര അധപ്പതിച്ച ആൾക്കും എല്ലാം ഉയരത്തിലെത്താനും പറ്റും. സത്സംഗതിഹി കഥയ കിന്ന കരോതി പുംസാം. സത്സംഗം കൊണ്ട് ഉയരത്തിലെത്താൻ പറ്റും.
സജ്ജനങ്ങളെ നിന്ദിച്ചാൽ അധപ്പതിക്കേണ്ടി വരുന്നും കൂടിയൊക്കെ അവിടെ പഠിപ്പിക്കാൻ വേണ്ടിയാ. എന്തെല്ലാം കാര്യങ്ങളാ ഇതിൽ നിന്ന് പഠിപ്പിക്കണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എത്ര ദിവസം ഇരുന്ന് എന്തെല്ലാം വർണ്ണിച്ചാലും തീരില്ല. വീണ്ടും പറഞ്ഞു വരുമ്പോൾ വീണ്ടും അതിൽ കുറെ കാര്യങ്ങളുണ്ടാവും, ഓരോ ശ്ലോകത്തിൽ ഓരോ പദത്തിൽ പോലും. അങ്ങനെയുള്ള ഗഹനമായിട്ടുള്ള വിഷയങ്ങളാണ്. അതാണ് ശാസ്ത്രമാകുമ്പോൾ കുറച്ച് അധികമുണ്ട്. ശ്രീമദ് ഭാഗവതം ശാസ്ത്രം എന്ന് അതുകൊണ്ടാണ് പറയും. അപ്പം ബ്രഹ്മാവ് പറഞ്ഞു കേൾപ്പിച്ചു, അത് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാമെന്ന് പറഞ്ഞ് ആ സന്ദർഭം വർണ്ണിക്കുക. എപ്പോഴാണ് ഈ ജയവിജയന്മാർ ഭഗവാന്റെ ഭൃത്യന്മാർ സജ്ജനങ്ങളെ നിന്ദിച്ചതെന്ന് ചോദിച്ച് ആ കഥ പറയാൻ പോവുക. അപ്പോഴാണ് സനകാദി യോഗീശ്വരന്മാർ ഭഗവാനെ ഭജിച്ചുകൊണ്ട് അങ്ങനെ എല്ലാ ദിക്കിലും സഞ്ചരിക്കുന്നു. അവർ വൈകുണ്ഠമൂർത്തിയെ കാണാനായിട്ട് വന്നു എന്നാണ്. അവിടെയാണ് വൈകുണ്ഠവർണ്ണന ഒക്കെ ഉള്ളത്. അതിൽ കൂടെയും പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വൈകുണ്ഠവർണ്ണന അവിടെയുണ്ട്. യത്ര നൈശ്രേയസം നാമവനം കാമദുഃഖൈർദ്രുമൈഃ സർവർത്തുശ്രീഭിർവിഭ്രാജൽ കൈവല്യമിവ മൂർത്തിമത്. ഒരു രൂപം സ്വീകരിച്ച കൈവല്യം മോക്ഷം തന്നെയാണോ എന്ന് തോന്നും. മനോഹരമായിട്ടുള്ള ആ വൈകുണ്ഠം ഉദ്യാനങ്ങളൊക്കെ വർണ്ണിക്കണോടെ മനോഹരമായിട്ടുള്ള. അപ്പോഴാണ് അവിടെയുള്ള ആളുകളുടെ ചരിത്രം പറയണു. വൈമാനികാസലലനാശ്ചരിതാനി യത്ര ഗായന്തി ലോകശമലക്ഷപണാനി ഭർത്തുഃ അന്തർജലേനു വികസൻ മധുമാധവീനാം ഗന്ധേന ഖണ്ഡ്യതതിയോപ്യനിലം ക്ഷിപന്തഃ. മനോഹരമായിട്ടുള്ള തടാകങ്ങള്, അതിലൊക്കെ പലതരം പുഷ്പങ്ങൾ വികസിച്ച് നിൽക്കുന്നു. ആ പുഷ്പങ്ങളുടെ സുഗന്ധമൊക്കെ എല്ലാ ദിക്കിലും പകർത്തിക്കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും സാധാരണ ആളുകളുടെ മനസ്സൊക്കെ അതിലേക്ക് പോവല്ലേ ചെയ്യാം. ആ ഭഗവാന്റെ സമീപത്തില് വൈകുണ്ഠത്തിൽ താമസിക്കുന്ന ആളുകളുടെ മനസ്സ് അത്രയും ശുദ്ധമാവ് കാരണം മറ്റ് വിഷയങ്ങളിലേക്കൊന്നും പോയില്ല എന്നാണ്. അതാണ് ഗന്ധേന ഖണ്ഡിതധിയോപ്യനിലം ക്ഷിപന്തഃ. ഭഗവാന്റെ ആ കഥകളൊക്കെ വർണ്ണിച്ചുകൊണ്ടവർ പാരാവതന്യഭൃത സാരസ ചക്രവാഗദാത്യൂഹംസ ശുഗതിത്തിരിവരിഹിണം യഃ കോലാഹലോ വിരമതേജിരമാത്രമുച്ചൈഃ ഭൃംഗാധിപേ ഹരികഥാമിവ ഗായമാനേ. പലതരം പക്ഷികളൊക്കെ എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഇങ്ങനെ പലതരം പക്ഷികൾ ഇങ്ങനെ ശബ്ദിക്കുന്നുണ്ടെങ്കിൽ വേണ്ടില്ല. അതിനിടയ്ക്ക് വണ്ടുകളുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മറ്റ് പക്ഷികളുടെ ശബ്ദമൊക്കെ ഇല്ലാതാവുന്ന. എങ്ങനെ? ഭൃംഗാതിപേ ഹരികഥാമിവ ഗായമാനേ. മറ്റെന്തെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെങ്കിലും ഭഗവത് കഥകൾ ഭക്തന്മാർ പാടിത്തിറങ്ങിയിട്ടുണ്ടാവും. മറ്റെല്ലാ സംഭാഷണങ്ങളും നിർത്തി അത് മാത്രം ശ്രദ്ധിക്കും. അങ്ങനെയല്ലേ പതിവ്? ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ ഭഗവത് കഥകൾ ആരെങ്കിലും പാടുണ്ടെങ്കിൽ മറ്റ് സംഭാഷണങ്ങളെല്ലാം നിർത്തി അത് മാത്രം ശ്രദ്ധിക്കും. ഇതുപോലെ മറ്റ് പക്ഷികളൊക്കെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും വേണ്ടില്ല, വണ്ടുകളുടെ ശബ്ദം അങ്ങോട്ട് കേട്ടാൽ ഇതാ ഭഗവാന്റെ നാമം ജപിക്കുകയാണോ എന്ന് ചിന്തിച്ചിട്ടാണോ എന്ന് തോന്നും. മറ്റ് പക്ഷികളുടെ ശബ്ദമൊക്കെ ഇല്ലാതാവുന്ന. അതാണ് ഭൃംഗാധിപേ ഹരികഥാമിവ ഗായമാനേ. ഭഗവാന്റെ നാമങ്ങൾ ഉച്ചത്തിൽ ഘോഷിക്കുകയാണോ എന്ന് വിട്ട് ചിന്തിച്ചാണോ എന്ന് തോന്നും. മറ്റ് പക്ഷികളിലൊക്കെ ശബ്ദങ്ങളില്ലാതായി. അങ്ങനെ മനോഹരമായിട്ടുള്ള ആ വൈകുണ്ഠം. പിന്നെ അവിടെ പറയണു എന്തെല്ലാം തരത്തിലുള്ള പൂക്കളും അതിൻ്റെ ഗന്ധങ്ങളും ഇങ്ങനെ മനസ്സിന് വികാരം വരാൻ എല്ലാം അവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും അവരെ മനസ്സിനെ വികാരപ്പെടുത്തിയില്ല എന്നാണ്. അതാണ് പറഞ്ഞത് തത്സങ്കുലം ഹരിപദാനതിമാത്ര ദൃഷ്ടൈഃ വൈദൂര്യമാരകത ഹേമമയേർവിമാനൈഃ യേഷാം ബൃഹൽക്കടിതടാഃ സ്മിതശോഭിമുഖ്യ കൃഷ്ണാത്മനാം നരജ ആദധുരുസ്മയാദ്യൈഃ. ഇതൊക്കെ 15-ാമത്തെ അധ്യായത്തിലുള്ള ശ്ലോകങ്ങളാണ്. 20-ാമത്തെ ശ്ലോകം കൃഷ്ണാത്മനാം നരജ ആദധുരുസ്മയാദ്യൈഃ. ഭഗവാനിൽ മാത്രം മനസ്സ് വെച്ചുകൊണ്ടിരിക്കുന്ന അവിടെ വൈകുണ്ഠവാസികൾക്ക് മറ്റെന്തെല്ലാം വന്നിട്ടും മനസ്സിനൊരു വികാരം വന്നില്ല എന്ന്. മനസ്സിനെ ആകർഷിക്കുന്ന പലതും കണ്ടിട്ടും അവിടേക്കൊന്നും മനസ്സ് പോയില്ല എന്നാണ്. അതാണ് വിചാരധാരാ ശതധൗതമന്തഃ സതാന്ന കാമഃ കലുഷീകരോതി. നല്ല ശാസ്ത്രങ്ങൾ പഠിച്ച് മനസ്സിനെ നല്ല പാകപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ മനസ്സുണ്ടല്ലോ, മറ്റെന്ത് വന്നാലും വിഷയങ്ങളിലേക്കൊന്നും പോകില്ല എന്നാണ്. അതിനാണ് ഭഗവത് കഥകൾ കേട്ട് നല്ല ശാസ്ത്രങ്ങൾ ഗുരുമുഖത്തുനിന്ന് കേട്ട് പഠിച്ച് മനസ്സ് നല്ല പാകപ്പെടുത്തി ശുദ്ധമാക്കി വെച്ച ആളുകളുടെ മനസ്സുണ്ടല്ലോ,
അതിനെ ഒന്നും കലുഷമാക്കാൻ ഒരു ശക്തിക്കും പറ്റില്ല എന്ന് കാണിക്കാൻ അവിടെ. അതാണ് ഇവിടെ വർണ്ണിച്ചത്. സതാന്ന കാമഹ കലുഷീകരോതി വിചാരധാരാ ശതധൗതം അന്തഃ. നല്ല നല്ല വിചാരം ചെയ്ത് ആ വിചാരമാകുന്ന ധാര കൊണ്ട്, ആ ജലധാര കൊണ്ട് മനസ്സ് ശുദ്ധമാക്കിയിട്ടുള്ള ആളുകളുടെ മനസ്സുണ്ടല്ലോ, അതിനെ മറ്റ് വിഷയങ്ങളൊന്നും കലുഷമാക്കി തീർക്കില്ല എന്നാണ്. അങ്ങനെ സുഖമായിട്ടുള്ള ജീവിക്കുന്ന അവിടെ ആളുകൾ. അവിടെയൊക്കെ ലക്ഷ്മീദേവി ആ മനോഹരമായിട്ടുള്ള സ്വർണം നിറഞ്ഞിട്ടുള്ള ഹേമമയമായിട്ടുള്ള ആ വൈകുണ്ഠത്തിൽ ലക്ഷ്മീദേവി തൻ്റെ കയ്യിലുള്ള ആ താമരപ്പൂവും കൊണ്ട് സഞ്ചരിക്കുമ്പോൾ അത് പ്രതിബിംബം കാണുമല്ലോ താഴെ. അപ്പം ആൾക്കാർക്ക് തോന്നുകയാണത്രേ ലക്ഷ്മീദേവി അവിടെ ഭഗവാന്റെ ഒരു ഭൃത്യയായിട്ട് നിന്നുകൊണ്ട് അവിടേക്ക് അടിച്ചു വാരി വൃത്തിയാക്കുകയാണോ എന്ന് തോന്നുന്ന ഈ താമരപ്പൂവ് ഭൂമിയിൽ നിലത്ത് പ്രതിബിംബിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അതാണ് ശ്രീരൂപിണി ക്വണയതി ചരണാരവിന്ദം ലീലാംബുജേന ഹരിസത്മനി മുക്തദോഷ സല്യക്ഷ്യത്തെ സ്ഫടികഗുഡ്യൗപേതഹെംനി സമ്മാർഗ്യതീവ യദനുഗ്രഹണന്യയത്ന. ലക്ഷ്മീദേവിയുടെ ഒരു കടാക്ഷം കിട്ടാൻ വേണ്ടി, അനുഗ്രഹം കിട്ടാൻ വേണ്ടി എത്രയോ കാലം ആളുകൾ തപസ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന ലക്ഷ്മീദേവി ഭഗവാനെ ഭജിച്ചുകൊണ്ട് അവിടെ ഒരു ഭൃത്യയെ പോലെ ദിക്കാണെന്ന. അപ്പൊ ഭഗവാന്റെ പ്രഭാവം എത്ര ഉണ്ടാവും വൈകുണ്ഠത്തിൽ. ഇങ്ങനെയുള്ള ദിക്കലക്കൂടെയാണ് സനകാദി യോഗീശ്വരന്മാർ സഞ്ചരിച്ചെന്ന് പറയണം. അവിടെ എത്തിച്ചേരണമെങ്കിൽ ആർക്ക് പറ്റും? അവിടൊക്കെ പറയണു യന്നവ്രജന്ത്യഘഭിദോരചനാനുവാദാ ശൃണ്വന്തി യന്യ വിഷയാക്കുകഥാമതിഘ്നി. അവിടെ ആ വൈകുണ്ഠത്തിൽ എത്തിച്ചേരണമെങ്കിൽ കുൽസിത കഥകൾ കേൾക്കുന്നവർക്ക് പറ്റില്ല എന്നാണ്. ഭഗവത് കഥകൾ കേട്ട് മനസ്സ് ശുദ്ധമാക്കി തീർക്കുന്ന ആൾക്ക് മാത്രമേ അവിടെ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത കൊള്ളരുതാത്ത കഥകൾ കേൾക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ കൂടുതലായിട്ട് അന്ധം തമഹ പ്രവിശതി, അവർ വീണ്ടും വീണ്ടും അധപ്പതിക്കുകയുള്ളൂ. സൽക്കഥ കേൾക്കുന്നവര് മനസ്സ് ശുദ്ധമായി ഭഗവാന്റെ ലോകത്തിലെത്തും, ഭഗവാനെ ദർശിക്കാൻ പറ്റും. കൊള്ളരുതാത്ത ലൗകിക കഥകൾ കേൾക്കുന്ന ആളുകള് ലൗകിക വാസന വർദ്ധിച്ചു വന്ന് അവര് ജനന മരണത്തിൽപ്പെട്ട് അധപ്പതിക്കും. അതുകൊണ്ട് അപ്പൊ ഭഗവത് കഥാശ്രവണത്തിൻ്റെ ഒക്കെ മഹത്വത്തോടെ പറയാം. അതാണ് ഓരോ ശ്ലോകത്തിലും എന്തെല്ലാം കാര്യങ്ങളാ പറയാൻ പറ്റാന്ന് വർണ്ണിക്കുന്ന. ഒരൊറ്റ ശ്ലോകം വർണ്ണിച്ചാൽ മതി, എത്ര നേരം പറഞ്ഞാലും തീരില്ല. അത്രയും കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. മഹാത്മാക്കളുടെ വാക്കുകളാണല്ലോ, അപ്പൊ നിസ്സാരമാവില്ല, വേദാർത്ഥമാണ്. താംസ്താൻ യാസ്തുശ്രുതാഹതഭഗൈഹി നിർഭിരാത്തസാരാഹ. ഭാഗ്യമില്ലാത്തവര് കൊള്ളരുതാത്ത കഥകൾ കേട്ട് മനസ്സ് ദുഷിച്ച് അവരധപ്പതിക്കും. സജ്ജനങ്ങള് സൽക്കഥകൾ കേട്ട് മനസ്സ് ശുദ്ധമാക്കി ഉയർന്ന പദവിയിൽ എത്തിച്ചേരും. അതൊക്കെ ഭഗവത് കഥയുടെ മഹത്വമാണ്. സൽക്കഥകൾ കേൾക്കൂ. പിബത ഭാഗവതം രസം ആലയം നിഗമകൽപ്പതരോഹോ ഗളിതം ഫലം ശുഖമുഖാത് അമൃതദ്രവസംയുതം പിബത ഭാഗവതം രസം ആലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. വീണ്ടും കേൾക്കൂ. നിങ്ങൾക്കും ആ വൈകുണ്ഠം കുണ്ഠതയില്ലാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ പറ്റും എന്നൊക്കെ നമ്മളെ അത് പഠിപ്പിക്കാതെ. എന്നിട്ട് പറയണു ഇങ്ങനെയുള്ള ആ വൈകുണ്ഠത്തിൽ കൂടെ അവത് സഞ്ചരിക്കാറുണ്ട്. ഭർത്തുർമിഥസ്സു യശസ കഥനാനുരാഗ വൈക്ലവ്യ ബാഷ്പകലയാ പുളകീകൃതാംഗാഹ. എത്രയോ പുണ്യവാന്മാർ മാത്രം ആ വൈകുണ്ഠ മാർഗത്തിൽ സഞ്ചരിക്കുന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് ഈ മഹർഷിമാർക്ക്, സനകാദി യോഗീശ്വരന്മാർക്ക് പരമാനന്ദം. കാരണം ഭഗവത് സമീപത്തിലെത്തിയേക്കണത്. അങ്ങനെ അവര് ഓരോ ഗോപരമായിട്ട് കടന്ന് നടക്കുക. ആപു പരാമുദമപൂർവമുപേത്യ യോഗമായ ബലേന മുനയസ്തദഥോ വികുണ്ഠം. ആ വികുണ്ഠമായിട്ടുള്ള ലോകത്തിൽ കൂടെ, കുണ്ഠതയില്ലാത്ത അതിശുദ്ധമായിട്ടുള്ള ആ ലോകത്തിൽ കൂടെ സനകാദികൾ സഞ്ചരിക്കണം. അപ്പോഴാണ് അങ്ങനെ ഓരോ ഗോപുരങ്ങളായിട്ട് കടന്നു. അവിടെയൊക്കെ ഭഗവാന്റെ ഭക്തന്മാർ നിൽക്കുന്നുണ്ട്. സനകാദി യോഗീശ്വരന്മാരെ കാണുമ്പോഴേക്കും ഭാഗത്തിൽ നമസ്കരിച്ചു, ഭഗവാന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. അങ്ങനെ 6 ഗോപുരങ്ങൾ അവർ കടന്നു എന്നാണ്. തസ്മിന്നതീത്യമുനയ ഷഡസജ്യമാനാഹം കക്ഷാ സമാന വയസാവധ സപ്തമായാം. 6 മതിൽക്കെട്ടുകൾ കടന്നു. ഓരോന്നും അത്ഭുതമായിട്ടുള്ള ലോകം പോലെ. 7ാമത്തെ കടക്കാറായപ്പോഴേക്കും അവിടെ 2 ആളുകൾ നിൽക്കുക. ദേവാവചക്ഷത ഗൃഹീതഗതൗ പരാർധ്യകേയൂര കുണ്ടല
കിരീടവിടങ്കവേഷവും. അവരുടെ കയ്യിൽ ഗദയൊക്കെ ഉണ്ട്, ഭഗവാന്റെ കയ്യിലുണ്ടല്ലോ ശംഖചക്ര ഗദാപത്മങ്ങൾ. ഭഗവാൻ തൻ്റെ രൂപം കൊടുത്ത് നിർത്തിയേക്കല്ലേ, അവർ ഗതേന്നതൊക്കെയാണ് അവരുടെ കയ്യിലുണ്ട്. അവരങ്ങനെ നിൽക്കുക. അവരിനി അടുത്ത ഗോപുരം അങ്ങോട്ട് ഈ ഗോപുരം കടന്നുണ്ടെങ്കിൽ ഭഗവത് പാദത്തിൽ ചെന്ന് നമസ്കരിക്കാം വൈകുണ്ഠമൂർത്തിയെ. അങ്ങനെ കടക്കാൻ പോകുമ്പോഴേക്കും ഇവരെന്ത് ചെയ്തു, പെട്ടെന്ന് അവര് തടഞ്ഞു നിർത്തിയെന്ന സർവത്ര. ഇവർക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഇഷ്ടം പോലെ ഇതിനു മുമ്പിലത്തെ ഗോപുരത്തിലെ പോലെ കടക്കാൻ നോക്കി. അപ്പോഴേക്കും ഭഗവാന്റെ ആളുകള് താൻ വീക്ഷ്യ വാതരശനാൻ ചതുരകുമാരാൻ, 4 കുമാരന്മാര്, 5 വയസ്സ് പോലെയുള്ള പ്രായം തോന്നിക്കുള്ളൂ. എന്താ സൂചിപ്പിക്കുന്നത്? അത്രയും നിഷ്കളങ്ക ഹൃദയരാണെന്ന് കാണിക്കാനാ. കുമാരന്മാരെന്നാ പറയാ. എത്രയാ വാർദ്ധക്യം അറിയില്ല അവർക്ക്, എന്നാലും കുമാരന്മാരെ പോലെ നിഷ്കളങ്ക ഹൃദയന്മാരാ. വേത്രേണ ചാസ്ഖലയതാം അതദരഹണാം സ്തൗ. അവരുടെ കയ്യിൽ ചൂരലുണ്ടായിരുന്നു. ഗോപുരം കാവക്കാരയിൽ വടി ഉണ്ടാവുമല്ലോ, 2 ദിക്കിലും ആൾക്കാർ നിന്നുകൊണ്ട് തടുത്തു നിർത്തിയിരുന്നു. അപ്പൊ അവർക്ക് വല്ലാതെ വിഷമായി. ഭക്തന്മാർക്ക് ഭഗവാനെ കാണാൻ പോകുമ്പോൾ അടുത്ത് ചെല്ലുമ്പോൾ അവരെ തടുത്തു നിർത്താൻ വെച്ചാൽ വിഷമിക്കാതിരിക്കുമോ ആണ്. താഭ്യാം ഇഷൽ സ്വനിമിഷേഷു നിഷിധ്യമാനാ സ്വരിഹത്തമാഹ്യപിഹരേ പ്രതിഹാരവാഭ്യം. ഈ ഗോപുരം അങ്ങോട്ട് കടന്നാൽ ഭഗവാന്റെ ഭാഗത്ത് നമസ്കരിക്കാൻ വൈകുണ്ഠമൂർത്തി എന്നിരിക്കുമ്പോൾ അവർക്ക് തടസ്സം വന്നപ്പോൾ അവർക്ക് കോപം വന്നു എന്നാ. കോപം വന്നു എന്ന് പറഞ്ഞില്ലേ അവിടെ? കാമാനുജേന സഹസാദൗവപ്ലുതാക്ഷ. ഇത്രയും വലിയ ആളുകൾക്ക് കോപം വന്നു. കോപം എങ്ങനെയാ വരിക? തമോ ഗുണം കൊണ്ടൊക്കെയാ കോപം വരിക. തമസ് ഗുണം വരുമ്പോഴാണ്. ഇവര് ശുദ്ധ സത്വസ്വരൂപികള്, സനകാദികള്. അപ്പൊ അവർക്ക് എങ്ങനെയാ കോപം വരിക? അതുകൊണ്ട് അവിടെ പറഞ്ഞു, കോപം വന്നു എന്നല്ല പറഞ്ഞത്, കാമന്റെ അനുജൻ ബാധിച്ചു എന്നാ. കാമാത് ക്രോധ. എന്തെങ്കിലും ആഗ്രഹം വന്നിട്ട് സാധിച്ചില്ലെങ്കിലാണല്ലോ കോപം വരിക. അപ്പൊ സനകാദികൾക്ക് കോപം വന്നു എന്ന് പറയാൻ ഒരു മടി. അപ്പൊ അവിടെ പറഞ്ഞു കാമന്റെ അനുജൻ അവരെ ബാധിച്ചു എന്നാണ്. നാരായണീയത്തിൽ വന്നപ്പോ അങ്ങനല്ല. തേഷാം ച ചിത്തേ പദമാപ കോപഹ. അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാനെ, അവരുടെ മനസ്സിൽ പോലും കോപം ബാധിച്ചു. വിഷമമില്ല എന്നാണ്. അവിടെ എന്താ? സർവം ഭവൽ പ്രേരണയൈവ ധൂമൻ. ഭഗവാനെ അവിടുത്തെ സങ്കല്പം കൊണ്ടാ. അപ്പൊ ഇന്ന ആളുകൾക്ക് ഇന്നതേ ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് പറയണ രീതിയിൽ. ഇവിടെ അങ്ങനെ അല്ലാത്ത കാരണം എന്തുണ്ടായി? കോപം വന്നു എന്ന് പറഞ്ഞില്ല. കാമാനുജേന സഹസാദൗവപ്ലുതാക്ഷാഹ. കാമന്റെ അനുജൻ ബാധിച്ചു. അവർ കണ്ണിനൊക്കെ ഒരു നിറം മാറി, പെട്ടെന്ന് കോപം വന്നു. അപ്പൊ അവരോട് ചോദിക്കാൻ, എന്നിട്ട് എത്ര പുണ്യം ചെയ്തിട്ടാ നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്? പിന്നെ നിങ്ങൾ ഈ അസുര സ്വഭാവം കാണിക്കുകയാണല്ലേ. ഭഗവാനെ കാണാൻ വരുന്നവരെ തടഞ്ഞു നിർത്താം. ഭഗവാനെ എന്തിനാ അവിടെ നിർത്തിയേക്കണേ? അവരെ നിർത്തിയേക്കണത് വരുന്ന ആളുകളെ വേഗം ഭഗവാന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ, സജ്ജനങ്ങളെ കാണാൻ ഒരവസരം ഉണ്ടാക്കി കൊടുത്ത് അവിടെ നിർത്തിയേക്കണതാ. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഇത്രയും വിവേകമില്ലാണ്ട് പെരുമാറി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ അസുര സ്വഭാവമാണ് അല്ലേ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അസുരന്മാരായി പോകട്ടെ എന്നൊരു ശാപം. ലോകാനിതോ വ്രജതം അന്തരഭാവദൃഷ്ട്യാ പാപീയസസ്ത്രയൈമേ വിഭവോസ്യയത്ര. ഈ കാമക്രോധ ലോഭാദികളുണ്ടല്ലോ, ഇതെവിടെയാണോ അവിടെ നിങ്ങൾ പോയി ജനിക്കാൻ. നിങ്ങൾ ഇവിടെയും ഇരിക്കാൻ യോഗ്യതയുള്ള ആളുകളല്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് അവർക്ക് കടുത്ത ശിക്ഷ കൊടുത്തു. ശാപം എന്നാണ്. ശാപം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തതിന് ശിക്ഷ കൊടുക്കലേലാണ് ശാപം. ഇതങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവര് വേഗം ഭാഗത്ത് നമസ്കരിച്ചു. സദ്യോ ഹരേരനുചരാ ഉരുബിഭ്യതസ്തൽപാദഗ്രഹാവപതതാം അധികാതരേണ. ഇങ്ങനെ മഹാത്മാക്കളെ നിന്ദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രതിവിധി അവരുടെ പാദത്തിൽ നമസ്കരിക്കൽ മാത്രമേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല എന്നും പറഞ്ഞു വേഗം പേടിച്ച് വിറച്ച് അവരുടെ പാദത്തിൽ അങ്ങോട്ട് നമസ്കരിച്ചു. എന്നിട്ട് പ്രാർത്ഥിക്കാം, ഭൂയാദഘോനി ഭഗവദ്ഭിരകാരിദണ്ഡോ യോ നൗ ഹരേതസുരഹേളനമപ്യശേഷം മാ വോനുതാപകലയാ ഭഗവത് സ്മൃതിഘ്നോ മോഹോ ഭവേതിഹതു നൗ വ്രജതോ രഥോധ. ഞങ്ങൾ വലിയ തെറ്റ് ചെയ്തു, അപരാധം ചെയ്തു. അതിന് നിങ്ങൾ ഒരനുഗ്രഹം ശിക്ഷാരൂപത്തിൽ തന്നെ ഞങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു ശിക്ഷയും തന്നു, ഒരു ശാപരൂപത്തിൽ. അതൊക്കെ സന്തോഷം തന്നെ, ഞങ്ങളുടെ പാപം തീർന്നു കിട്ടും. പക്ഷേ ഒരനുഗ്രഹം ചെയ്യണം. മറ്റൊരു അനുഗ്രഹം എന്താ? അത് നിങ്ങൾ അപാര കരുണാശാലികളാണ്.
നിങ്ങളുടെ ചെറിയൊരു കാരുണ്യം ഞങ്ങളിൽ ഉണ്ടാവണം. എന്താ അത്? ഞങ്ങൾ എവിടെ ചെന്ന് ജനിച്ചാലും വേണ്ടില്ല, ഹരിസ്മൃതി ഞങ്ങൾക്ക് നഷ്ടപ്പെടരുത്, ഈശ്വരസ്മൃതി ഞങ്ങൾക്ക് നഷ്ടപ്പെടരുത്. അതുണ്ടെങ്കിൽ ഏതാപത്തിൽ നിന്നും നമുക്ക് പിടിച്ചു കയറാൻ പറ്റും. ഹരിസ്മൃതി സർവവിപദ് വിമോക്ഷണം. ഹരി എന്ന് പറഞ്ഞാൽ എല്ലാ ദുഃഖം ഹരിക്കുന്ന ആളാണല്ലോ ഭഗവാൻ. അപ്പൊ ഹരിസ്മൃതി ഞങ്ങൾക്ക് വേണമെന്നാണ്. അതാണ് അവിടെ നാരായണീയത്തിലും അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചേ. ഹരിസ്മൃതിർന്നോസ്തുതി നേമതുസ്താൻ. ഞങ്ങൾക്ക് ഹരിസ്മൃതി ഉണ്ടാവട്ടെ, എന്നാൽ ഞങ്ങൾ രക്ഷപ്പെട്ടോളാം. ഞങ്ങൾ തെറ്റ് ചെയ്തതിന് ശിക്ഷ തന്നു, ക്ഷമിക്കണേന്നും പറഞ്ഞ് അവർ കരഞ്ഞുകൊണ്ട് പാദത്തിൽ നമസ്കരിച്ചു. അപ്പൊ അവരുടെ മനസ്സും വല്ലാതെ വിഷമായി. ഭഗവാനെ കാണാൻ വന്നിട്ട് ഭഗവാന്റെ ഭൃത്യന്മാർക്ക് ശിക്ഷ കൊടുക്കാൻ നമ്മളാരാ? അത് നമ്മളൊരു തെറ്റ് ചെയ്തുല്ലോ എന്നായി. ഇങ്ങനെ ശപിച്ച ആൾക്കാരും ശപിക്കപ്പെട്ട ആളുകളും വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഭഗവാൻ ഓടിയെത്തുന്ന അവിടെ ലക്ഷ്മി സഹിതനായിട്ട്. എന്നിട്ട് പറഞ്ഞു, വിഷമിക്കണ്ട, എൻ്റെ ഭൃത്യന്മാരെ എന്തെങ്കിലും തെറ്റ് ചെയ്തോ അതെൻ്റെ തെറ്റായിട്ട് നിങ്ങൾ എടുക്കണം, ക്ഷമിക്കണേന്ന് എന്ന് പറഞ്ഞുകൊണ്ടാ ഭഗവാൻ പറഞ്ഞു. ഭൃത്യന്മാര് തെറ്റ് ചെയ്താൽ ഭൃത്യന്മാരെ കുറിച്ചല്ല ആളുകൾ ദോഷം പറയാം, ആ പ്രഭുവിനെ കുറിച്ചാ. കണ്ടില്ലേ, രണ്ടാൾക്കാരെ നിർത്തിയിരിക്കുന്നു, ആ നിർത്തിയ ആൾക്കാ കുറ്റം പറയാം. അതുകൊണ്ട് എൻ്റെ ഭൃത്യന്മാർ തെറ്റ് ചെയ്താൽ അത് എൻ്റെ തന്നെ പോരായ്മ കൊണ്ടാണ്. ഞാൻ അവരെ വേണ്ട പോലെ നിലയ്ക്ക് നിർത്തി വേണ്ട ഉപദേശം കൊടുക്കാത്ത കാരണല്ലേ. അതുകൊണ്ട് എൻ്റെ തെറ്റായിട്ട് നിങ്ങൾ ക്ഷമിക്കണേന്നും പറഞ്ഞ് ഭഗവാൻ വിനയത്തോടുകൂടി അവരെ സ്തുതിച്ചുകൊണ്ട് പറയും. അപ്പൊ അവർക്കും അത്ഭുതമായി. ഭഗവാൻ നമ്മളോട് ക്ഷമിക്കണേന്ന് പറയാം, ഭഗവാന്റെ അടുക്ക നമ്മളല്ലേ പറയേണ്ടത് എന്ന് പറഞ്ഞ് അവരും ഭഗവാനൊക്കെ സ്തുതിച്ചു. എന്നിട്ടൊക്കെ പറയണു, അവരോട് പറയാണ്, ഭഗവാൻ പറയാണ്, ഇതൊന്നും നിങ്ങൾ ചെയ്തതല്ല എന്ന് പറയും, നിങ്ങൾ വിഷമിക്കണ്ടെന്ന് പറയും. ശാപോ മമൈവ നിമിത തദവൈതവിപ്രാഹ. ഞാൻ തന്നെ നിർമ്മിച്ചതാണ് ഈ ശാപം, നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവർ തെറ്റ് ചെയ്തതാ, ലക്ഷ്മി ദേവി കൊടുത്തതാണെന്ന് പറയും. ലക്ഷ്മി ദേവി ഉദ്യാനത്തിൽ പോയി വരുന്ന സമയത്ത് ഇവര് തടഞ്ഞു നിർത്തി. ഇതുപോലെ ലക്ഷ്മി ദേവിയെ തടഞ്ഞു നിർത്താൻ പാടില്ല, ലക്ഷ്മി ദേവി ഇവിടുത്തെ അല്ലേ. പക്ഷെ ഇവര് അഹങ്കാരത്തോടു കൂടി തടഞ്ഞു നിർത്തി. അന്ന് ദേവി പറഞ്ഞതാണ് ശിക്ഷ കൊടുക്കണം, അത് നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനാവുമ്പോൾ വേണ്ട, നിങ്ങളാവുമ്പോൾ വേണ്ട പോലെ ആവും സജ്ജനങ്ങൾ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഇവരുടെ തന്നെ കർമ്മഫലമാണ്, ഇവരനുഭവിക്കേണ്ട ശിക്ഷയാണ്, അത് നിങ്ങൾ വഴിക്ക് ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ യാതൊരു അപരാധവും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ അവരെയും സമാധാനിപ്പിച്ചു. എന്നിട്ട് അവരോടും വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. 3 ജന്മങ്ങൾ നിങ്ങൾക്ക് ജനിക്കേണ്ടി വരും എന്ന് പറയും. 3 ജന്മങ്ങൾ ഏതൗ സുരേതരഗതിം പ്രതിപദ്യ സദ്യ സംരംഭ സംഭൃത സമാധ്യനുബദ്ധയോഗൗ ഭൂയ സകാശം ഉപയാസ്യത ആശുയോവഹ ശാപോ മയൈവ നിമിതസ്തദവൈതവിപ്രാഹ. ഇവര് തന്നെ തെറ്റിന്റെ ഫലമായിട്ടാണ് ഇവരനുഭവിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇവർക്ക് പ്രത്യേകം ഒരു യോഗം കൊടുക്കാമെന്ന് പറയും ഭഗവാൻ. എന്താ അത്? സംരംഭ സംഭൃത സമാധ്യനുബദ്ധ യോഗവും. സംരംഭമാകുന്ന യോഗം. സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാം ഉപേതം ഇത്യാത്തകൃപണ്യഗാദീഹി. സംരംഭം എന്ന് പറഞ്ഞാൽ കോപം എന്നാണ് അതിനർത്ഥം. സംരംഭം കൊണ്ട് സംഭരിക്കപ്പെട്ട സമാധി, അതിൽ അങ്ങനെയുള്ള യോഗത്തോട് കൂടിയിട്ട്. എങ്ങനെ? അതായത് ദ്വേഷയോഗം എന്നർത്ഥം. കോപത്തോടു കൂടി തന്നെ ഓർക്കുക. സ്നേഹത്തോടു കൂടി ഓർക്കണേക്കാൾ ശക്തി കൂടും ദ്വേഷത്തോടു കൂടി ഓർക്കുമ്പോൾ. സ്നേഹിതന്മാരെ ആൾക്കാർ മറന്നു പോകും, ശത്രുക്കളെ മറക്കില്ല. എപ്പോഴും അവനെ പ്രതികാരം ചെയ്യാനുള്ളൊരു വിചാരം ഉണ്ടാവും. അതുകൊണ്ട് എന്നെ ഇവര് എളുപ്പത്തിൽ പ്രാപിക്കണം. അതുകൊണ്ട് എളുപ്പമായിട്ടുള്ളൊരു മാർഗം സ്നേഹയോഗം കൊടുത്താൽ കാലാന്തരത്തിൽ എന്നെ പ്രാപിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവർക്ക് എൻ്റെ തന്നെ പാർഷദന്മാരാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇവർക്ക് സംരംഭയോഗം കൊടുക്കുക. എപ്പോഴും നിങ്ങൾക്ക് എന്നെ വിചാരം ഉണ്ടാവും. നിങ്ങൾ എന്നെ ശകാരിച്ചാൽ അതൊക്കെ സ്തുതിയായിട്ട് എടുത്തോളാം. എന്നെ ഈണ്ടെടുക്ക യുദ്ധം ചെയ്യാൻ വന്നാൽ നിങ്ങൾ ചെയ്യുന്ന എന്നെ എന്ത് ചെയ്താലും അതൊക്കെ ഞാൻ പൂജയായിട്ട് സ്വീകരിച്ചോളാം എന്ന്. ഇങ്ങനെയാണ് ഭഗവാൻ അവരെയും സമാധാനിപ്പിച്ചുകൊണ്ട് അവരോടും പറയും. ഇങ്ങനെയാണ് അവരധപ്പതിച്ച ആളുകൾ എന്ന് പറയും. അങ്ങനെ സംരംഭയോഗം കൊടുത്തു. അങ്ങനെ വന്നിട്ടുള്ള ജയവിജയന്മാരാണ് അധപ്പതിച്ചത്. ഇപ്പോൾ ദിതിയുടെ ആ സമയത്ത് കശ്യപനിൽ നിന്ന് ഗർഭം ധരിച്ച് അവിടെ പ്രവേശിച്ചേക്കുന്ന ആൾക്കാർ ഇവരാണ്. അതാണ് ഇതുപോലെ അസുരന്മാർ പലതും ജനിച്ചപ്പോൾ
അന്നൊന്നും കാണാത്തൊരു ഭയങ്കരത, ലോകഭീതി എന്താ വരാൻ കാരണം? ഭഗവാന്റെ ഭക്തന്മാരാ. ത്വദ്ഭക്താനാങ്കുത്ര നോൽക്കരിഷലാഭ. ഭഗവാന്റെ ഭക്തന്മാർ ഏത് രൂപത്തിൽ എവിടെ വന്ന് ജനിച്ചാലും അവർക്ക് പ്രത്യേക ഒരു ശക്തി കാണുന്നതാണ്. അതാണ് ത്വദ്ഭക്താനാങ്കുത്ര നോൽക്കരിഷലാഭ. ഭഗവാനെ അവിടുത്തെ ഭക്തന്മാര് ഏത് രൂപത്തിൽ എവിടെ വന്ന് ജനിച്ചാലും, ഒരു മൃഗമായിട്ട് വന്നാൽ ആ മൃഗത്തിനൊരു വിശേഷം കാണാം. ഗജേന്ദ്രന്റെ ഒക്കെ ചരിത്രത്തിൽ ഇത് കാണാം. ഇങ്ങനെ അസുരന്മാരായി വന്ന അസുരന്മാർക്കൊരു പ്രത്യേകത. ഭഗവാന്റെ ഭക്തന്മാരാണോ അവർക്ക് എന്തെങ്കിലും ഒരു വിശേഷത എവിടെ വന്നാലും കാണാം എന്ന് പറഞ്ഞു. അന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് എന്നൊക്കെ ബ്രഹ്മാവ് ദേവന്മാരെ പറഞ്ഞ് കേൾപ്പിക്കാം. അപ്പൊ ഇത് എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു. ആ കശ്യപൻ ദിതിക്ക് കൊടുക്കുന്ന ഉപദേശത്തില് ആ സന്ധ്യാസമയത്ത് ഭഗവാനെ ഉപാസിക്കേണ്ടതാണ്. സന്ധ്യാ ഉപാസീത. അതനുസരിച്ചില്ലെങ്കിൽ, വേദവാക്യങ്ങൾ നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ ഇതുപോലെ വിപരീത അനുഭവം വരുന്നതാണ്. രാജശാസനം പോലെ എന്നാണല്ലോ പറയാ വേദങ്ങള്. രാജകൽപ്പന, പ്രഭുസംഹിതം. രാജകൽപ്പന അനുസരിച്ചില്ലെങ്കിൽ ഭൃത്യന്മാര്, രാജഭടന്മാര് നമ്മളെ ശാസിക്കുന്ന പോലെ വേദമാകുന്ന പ്രഭുവിന്റെ വാക്ക് നമ്മൾ കേട്ടില്ലെങ്കിലോ നമ്മളെ എന്താ ബാധിക്കുക? ആധ്യാത്മിക, ആധിദൈവിക, ആധിഭൗതികങ്ങളാകുന്ന ദുഃഖം നമ്മളെ ബാധിക്കും. വേദത്തിന്റെ സന്ധ്യാ ഉപാസീത എന്നുള്ള വാക്യം കേൾക്കാത്ത കാരനാണ് രണ്ട് ഭയങ്കരന്മാരായിട്ടുള്ള സന്താനങ്ങള് ഉണ്ടായി വന്നൊക്കെ ദുഃഖിക്കേണ്ടതായിട്ട് വന്നതൊക്കെ. അപ്പൊ എപ്പോഴാണോ ധർമ്മശാസ്ത്രങ്ങളിൽ പറയുന്നത് അത് നമ്മൾ വേണ്ട പോലെ അനുസരിച്ചില്ലെങ്കിൽ ഇതുപോലെ അനർത്ഥങ്ങൾ വരുന്നുള്ള വലിയൊരു പാഠം നമുക്ക് അതിൽ തരിക. അതാണ് ഓരോ ശ്ലോകത്തിൽ, ഓരോ പദത്തിൽ പോലും വേദത്തിന്റെ താല്പര്യമുണ്ട്. എന്താണ് മനുഷ്യന്റെ ആ പ്രവൃത്തി വേണ്ടത്, എന്താണ് നിവൃത്തിശാസ്ത്രം, എന്താണ് നിവൃത്തിധർമ്മം, എന്താണ് പ്രവൃത്തിധർമ്മം എന്ന് പറഞ്ഞു തരിക. അതാണ് ഭഗവാൻ അവിടെ ഉപദേശിച്ചു കൊടുത്തത്. ഇതൊക്കെ അവരെയൊക്കെ സമാധാനിപ്പിച്ചു. ഇങ്ങനെയാണ് അവര് വലിയ അസുരന്മാരായിട്ട് വന്നതെന്ന് പറഞ്ഞു. ബ്രഹ്മദേവൻ അതൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. ഇങ്ങനെയാണ് ദിതി പ്രസവിക്കണു. അതിഭയങ്കരന്മാരായിട്ടുള്ള രണ്ടാൾക്കാരുണ്ടാവണു. അവര് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു. ഹിരണ്യകശിപു തപസ്സിനൊക്കെ ആയിട്ട് അങ്ങനെ പുറപ്പെടുന്നു. ഹിരണ്യാക്ഷൻ ദിഗ്ജയത്തിന് പുറപ്പെടുന്നു. കയ്യിൽ ഭയങ്കരമായിട്ടുള്ള വലിയ ഗതയുണ്ട്. കാണുമ്പോഴേക്ക് എല്ലാവരും പേടിച്ചോടുക ഹിരണ്യാക്ഷന്റെ വരവ്. സവർഷപൂഗാനുദധൗ മഹാബല ചരന്മഹോർമീൻ ശ്വസനേരിതാൻമുഹു മൗർവ്യാഭിജഗ്നേ ഗദയാ വിഭാവരീമാസേദിവൻ താതപുരീം പ്രചേതസഃ. തിരമാലകളെ അടിച്ച് തകർത്തിട്ട് ഒന്നും മതിയായില്ല. ഒടുക്കം വരുണന്റെ അടുക്കലേക്ക് ചെന്നു എന്നാണ്. വരുണന്റെ അടുക്ക ചെന്നു. വരുണൻ രാജസൂയൊക്കെ ചെയ്ത ആളല്ലേ, എല്ലാവരെയും ജയിച്ച ആളല്ലേ, വലിയ ശക്തി. എന്നോട് യുദ്ധത്തിന് തയ്യാറാവാൻ പറഞ്ഞു. ഹിരണ്യാക്ഷൻ ചെന്ന് വരുണൻ പറഞ്ഞു, അംഗ ഉപശമംഗതാ വയം. നിന്നോടൊന്നും യുദ്ധം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിന്നെ യുദ്ധത്തിൽ സന്തോഷിപ്പിക്കാൻ ഒരേ ഒരാൾക്കേ പറ്റുള്ളൂ എന്ന്. ആർക്കത്? വിഷ്ണുവിന് മാത്രം. വിഷ്ണുവിന് മാത്രമേ പറ്റുള്ളൂ എന്ന്. അപ്പോഴാണ് എന്നാ എവിടെ വിഷ്ണു എന്ന് അന്വേഷിച്ചുകൊണ്ട് ഓടി നടക്കുക. ഭഗവാനെ കാണാൻ ആര് പുറപ്പെട്ടാലും വഴി കാണിച്ചു കൊടുക്കാൻ ഒരാളുണ്ട്. അതാണ് നാരദ മഹർഷി. വേഗം ചെന്നു കോപിപ്പിക്കാനായിട്ടൊക്കെ പറഞ്ഞ് വിഷ്ണു എവിടെയെന്ന് ചോദിച്ചു. കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കാണാൻ വളരെ വിഷമ, കുറേ തപസ് ചെയ്യണം. പക്ഷേ അങ്ങയുടെ ഭാഗ്യം പറയാനുള്ളൂ. ഇപ്പോൾ തപസ് ചെയ്യണ്ട, ഇപ്പൊ ഒരു അവതാരം സ്വീകരിച്ച സമയമാണ്, ഇപ്പൊ കാണിച്ചു തരാന്നുള്ളൂ. എവിടെ? എന്നാ വരൂ, കൂട്ടിക്കൊണ്ടുപോവാ. കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്താ കാണിച്ചു കൊടുക്കണത്? ഭഗവാന്റെ ആ വരാഹരൂപം സ്വീകരിച്ച് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ രൂപ. അത് കണ്ടപ്പോഴേക്ക് എന്ത് പറഞ്ഞു? ഇതാ വിഷ്ണു, അങ്ങ് അന്വേഷിക്കുന്ന ആള് എന്ന് കാണിച്ചു കൊടുത്തു. അപ്പൊ പറയാ, ആഹോ വനഗോചരോ മൃഗ. ഇതാണോ വിഷ്ണു? ഇത് വനഗോചരോ മൃഗ, കാട്ടിൽ കാണുന്ന ഒരു മൃഗമാണല്ലോ ഇത് എന്ന് പറയും. എല്ലാവർക്കും കേട്ടാൽ എന്താ തോന്നുക? ശകാരിക്കാന്നല്ലേ തോന്നുക. കാട്ടിൽ കാണുന്ന ഒരു മൃഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ശകാരിച്ചാലും ഞാൻ സ്തുതിയാക്കി എടുത്തോളാം. എങ്ങനെയാ ശ്രുതി അത് സ്തുതിയാക്കി എടുത്തേന്നാണെങ്കിൽ, വനം എന്ന് പറഞ്ഞാൽ കാട് എന്ന അർത്ഥമുള്ള പോലെ തന്നെ മറ്റൊരർത്ഥമുണ്ട്. വെള്ളം എന്നൊരർത്ഥമുണ്ട്, ജലം എന്നർത്ഥമുണ്ട്. അതാണ് ജലജം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് വനജം എന്ന് പറയാം. താമരപ്പൂവിന് എങ്ങനെയാ വന്നത്? ഈ വനം എന്നുള്ളതിന് ജലം എന്നൊരർത്ഥം. മൃഗം എന്ന് പറഞ്ഞാൽ ശരിക്കും വാക്കിനർത്ഥം
അന്വേഷിക്കപ്പെടുന്നവൻ എന്നർത്ഥം. മൃഗ്യത്തെ ഇതി മൃഗ, അന്വേഷിക്കപ്പെടുന്നവൻ. രണ്ടും കൂട്ടിച്ചേർത്ത് വെച്ചപ്പോൾ എന്തായി? കാരണജലത്തിൽ യോഗീശ്വരന്മാര് തപസ്സുകൊണ്ട് അന്വേഷിക്കപ്പെടുന്നവൻ സാക്ഷാ നാരായണമൂർത്തി, നാരം അയനം ആയിട്ടുള്ളവൻ, കാരണജലത്തിൽ ശയിക്കുന്നവൻ സാക്ഷാ നാരായണമൂർത്തി അല്ലേ ഭഗവാനെ. യോഗീശ്വരന്മാർക്ക് പോലും കാണാൻ വിഷമായിട്ടുള്ള അവിടുന്നല്ലേ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ഭഗവാനെ എന്ന് സ്തുതിപരായിട്ടുള്ള അർത്ഥം. സാധാരണ കേൾക്കുമ്പോൾ ശകാരിക്കാന്നും തോന്നും. ഇങ്ങനെ രീതിയിൽ ആഹോ വനഗോചരോ മൃഗാഹ എന്ന് പറയും. ഭഗവാനും മറുപടി പറഞ്ഞു, യുഷ്മദ്വിധാൻ മൃഗയേ ഗ്രാമസിംഹാൻ, നിങ്ങളെപ്പോലെയുള്ള ആളുകളെ അന്വേഷിച്ചു വന്നേക്കാന്നും പറഞ്ഞു. ശരിയല്ലേ? ഭക്തന്മാരെ അനുഗ്രഹിക്കാനല്ലേ ഭഗവാന്റെ അവതാരം. പിന്നെ അത് കഴിഞ്ഞ് അതിഭയങ്കര യുദ്ധം ആരംഭിച്ചു. ദേവന്മാരൊക്കെ ആകെ പേടിക്കുന്നു, ബ്രഹ്മാവൊക്കെ നോക്കി നിൽക്കണു. ഒരു തവണ അടിച്ച സമയത്ത് ഭഗവാന്റെ കയ്യിൽ നിന്ന് പോലും ഗദ താഴെ വീണു എന്നാണ്, ഹിരണ്യാക്ഷന്റെ അടികൊണ്ട്. മൃദുസ്മേരാസ്യസ്ത്വം, ഭഗവാൻ അപ്പം ചിരിച്ചുള്ളൂ എന്നാ പറഞ്ഞത്. എന്താ അത്? തൻ്റെ ഭൃത്യന്റെ ശക്തി കാണല്ലേ ഭഗവാൻ ചെയ്തത്. ഭൃത്യാനുഗ്രഹ കാതർന. ദേവന്മാരൊക്കെ പേടിച്ചു, ബ്രഹ്മാവൊക്കെ പേടിച്ചു. അയ്യോ, ഭഗവാന്റെ കയ്യിൽ നിന്ന് പോലും ഗദ താഴെ വീണൂല്ലോ, ഇത്ര ശക്തനായല്ലോ, ഇനി എങ്ങനെ ഇവനെ നിഗ്രഹിക്കുന്നത്? ഭഗവാൻ ചിരിക്കുക ചെയ്തത്. ഭൃത്യന്റെ, തൻ്റെ ശിഷ്യന്റെ ഭൃത്യന്റെ ഒക്കെ മഹത്വം കാണുമ്പോൾ പ്രഭുക്കന്മാർക്ക് സന്തോഷമാവുക ചെയ്യുക. അതാണ് മൃദുസ്മേരാസ്യസ്ത്വം എന്ന് പറയും. ഇത് കഴിഞ്ഞ് വീണ്ട യുദ്ധമായി. സന്ധ്യാവാറാവുമ്പോഴേക്കും ബ്രഹ്മാവൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു, ഇവന് ബലം കൂടും, അസുരന്മാർക്ക് രാത്രിയായ ശക്തി കൂടും. നിരുന്ധ്യാ സന്ധ്യാത പ്രഥമമിതി ധാത്ര ജഗദിഷേ. ഉടനെ ഭഗവാൻ ഒന്ന് അടിക്കണു, അപ്പോഴേക്കും മറിഞ്ഞു വീണു എന്നാണ്. ഭഗവാന്റെ കൈകൊണ്ട് അടികൊണ്ട് അവൻ പെട്ടെന്ന് മറിഞ്ഞു വീഴുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് കണ്ടപ്പോൾ ബ്രഹ്മാവൊക്കെ അത്ഭുതമായി. ബ്രഹ്മാവിനൊക്കെ ഇത് കണ്ട് ഭഗവാന്റെ രൂപം കണ്ടുകൊണ്ടാണ്, ഭഗവാന്റെ കൈകൊണ്ട് അടികൊണ്ട് ഭഗവാന്റെ രൂപം കണ്ടുകൊണ്ട്, ആ രൂപം കണ്ട് ഭഗവാന്റെ കരസ്പർശം കിട്ടിക്കൊണ്ട് ശരീരോപേക്ഷിച്ചു. അപ്പൊ ബ്രഹ്മാവൊക്കെ സ്തുതിച്ചു എന്നാണ്. ക്ഷിതൗശയാനം തമകുണ്ഠവർച്ചസം കരാളദംഷ്ട്രം പരിദഷ്ടദച്ഛദം അജാദയോ വീക്ഷ്യ ശശംസുരാഗതാഹ അഹോ ഇമാങ്കോ നുലഭേദ സംസ്ഥിതിം. ഇവൻ എത്ര പുണ്യം ചെയ്തിട്ടുണ്ട്. യോഗീശ്വരന്മാരെങ്ങനെയാ പതിവ്? യം യോഗിനോ യോഗസമാധിനാരഹോധ്യായന്തി ലിംഗാദസതോ മുമുക്ഷയ തസ്യൈഷ ദൈത്യർഷഭപദാഹതോ മുഖം പ്രപശ്യൻ തനുമുത്സസർജ്യ. യോഗീശ്വരന്മാര് സമാധി കൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി ഏതൊരു രൂപം കാണാനാണോ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര കാലം നോക്കണു എന്നിട്ട് പോലും പറ്റാറില്ല. അങ്ങനെ ഇരിക്കെ ഈ അസുരൻ ഭഗവാന്റെ രൂപം കണ്ടുകൊണ്ട് കരസ്പർശം ഏറ്റുകൊണ്ട് ശരീരോപേക്ഷിച്ചു. എത്ര പുണ്യം ചെയ്തിരിക്കുന്നുവൻ. നമുക്ക് പോലും ഇല്ലാത്ത ഭാഗ്യമാണല്ലോ ഈ അസുരന് കിട്ടിയതെന്നാണ്. ഇതാണ് ഭഗവാനെ പ്രാപിച്ചതെന്ന് എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ പാടി സ്തുതിച്ചു ആ ഹിരണ്യാക്ഷന്റെ ആ ഗതി കണ്ട്, സൽഗതി കണ്ടെന്ന്. ഇനി 2 ജന്മം കൂടി ഇവരെടുക്കും ജയവിജയന്മാരിൽ. ആ വിജയൻ അത് നമ്മൾ കാണും. കുംഭകർണനായിട്ട് ജനിക്കണത്, ദന്തഭക്തനായിട്ട് ജനിക്കണതൊക്കെ പിന്നീട് കാണും. ഇങ്ങനെയൊക്കെ ഭഗവാൻ അനുഗ്രഹിച്ച ചരിത്രം. അപ്പോൾ ഭഗവാന്റെ അവതാരം മുഴുവൻ സജ്ജനങ്ങ കർമാണ്യകർത്തുഹു ഗ്രഹണായ പുംസം. ഇതിന് എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു. ആ ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് വന്ന് ശരീരം ഒന്ന് കുടഞ്ഞപ്പോൾ ആ രോമങ്ങളിൽ നിന്നാണ് ദർഭപ്പുല്ലുകൾ ഉണ്ടായി എന്ന് പറയും. എന്താ അത് പഠിപ്പിക്കുന്നത്? നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ദർഭപ്പുല്ല് വേണം, പവിത്രം ധരിക്കണം. യജ്ഞത്തിന് വിശേഷമായിട്ടും വേണം. എന്ത് പൂജ ചെയ്യുകയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പവിത്രം ധരിക്കും. ദർഭപ്പുല്ല് കൊണ്ട് അതുണ്ടാക്കാം. എന്തിനാത്? ഭഗവാനിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് പോലും ഈ ദർഭപ്പുല്ലിനെ കുറിച്ച് ചിന്ത വന്നാൽ തന്നെ ഭഗവാനെ ഓർക്കും എന്നാണ്. അപ്പൊ എല്ലാ കർമ്മങ്ങളും കായേന വാച നാരായണായേതി സമർപ്പയാമി എന്നൊരവസ്ഥ വരണം. പ്രത്യേകിച്ച് ഈ കർമ്മഠന്മാർക്ക് ഭക്തി ഒട്ടും ഉണ്ടാവില്ല. അവർക്കുണ്ടാവാൻ വേണ്ടിയിട്ടാണ് യജ്ഞശാല മുഴുവൻ ദർഭപ്പുല്ല് വിരിക്കണേ. എവിടെ നോക്കിയാലും അപ്പൊ ആൾക്കാർ ചിന്തിക്കുമല്ലോ, എന്തിനാ ഈ പുല്ല് കൊണ്ട് വിരിക്കണേ? അപ്പൊ ആ പുല്ലിന്റെ കഥ പറയും. ഇത് ഭഗവാന്റെ ശരീരത്തിൽ നിന്നുണ്ടായതാണ്. അപ്പോഴാണ് ഏതാ ഭഗവാൻ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി പറയേണ്ടി വരും. അപ്പൊ എങ്ങനെയെങ്കിലും ഭഗവത് സ്മൃതി വരണം എന്നാണ് എല്ലാ കഥയുടെയും താല്പര്യം.
എന്താ ഭാഗവതം പറഞ്ഞിരിക്കണേ? മനുഷ്യന്റെ പരമമായിട്ടുള്ള സവൈ പുംസാം പരോധർമ്മ, ഭാഗവത്തിന്റെ സന്ദേശ. സവൈ പുംസാം പരോധർമ്മ യതോ ഭക്തിരധോക്ഷയേ അഹൈതുക്യപ്രതിഹത യയാത്മാ സംപ്രസീദതി. ഒന്നൊരു ഫലം ഉദ്ദേശിച്ചു എന്നല്ലാതെ മനുഷ്യന്മം കിട്ടിയാൽ ഈശ്വരതത്വം അറിയണമെന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ആര് പ്രവർത്തിക്കണോ അങ്ങനെയുള്ള പ്രവൃത്തികൾക്കാണ് ശരിക്കും ഭാഗവതധർമ്മം. അപ്പോഴാണ് മനുഷ്യന് എല്ലാ ഗുണങ്ങളും ഉണ്ടാവുക. എല്ലാ വിഷയങ്ങൾ വാസനകൾ പോയി മനസ്സ് ശുദ്ധമാവണമെങ്കിൽ എന്ത് വേണം? മനുഷ്യന്മം കിട്ടിയത് മറ്റ് പക്ഷിമൃഗാദികൾക്ക് പറ്റാത്ത വലിയൊരു കാര്യം മനുഷ്യന് ചെയ്യാൻ പറ്റും. എന്താത്? ഈ ജീവനായിട്ട് ഈശ്വരൻ തന്നെ നമ്മുടെ ഉള്ളിലിരിക്കുന്നു. ആ തത്വത്തെക്കുറിച്ച് ചിന്തിച്ച് മനുഷ്യന് ഈശ്വര പദവിയിലേക്ക് ഉയരാൻ പറ്റും. അതിന് വേണ്ട ധർമ്മങ്ങളാണ്. അതാണ് സവൈ പുംസാം പരോധർമ്മ. അതാണ് മനുഷ്യന്റെ പരമകർത്തവ്യം. അങ്ങനെ വിചാരം ചെയ്ത് ഈശ്വര പദവിയിലേക്ക് മനുഷ്യനെത്തല്, മനസ്സ് പരമശുദ്ധായി തീർന്ന് ഈശ്വര സാക്ഷാത്കാരം നേടല്, ഇതിനുള്ള കാര്യമാണ് ഭാഗവതത്തില് ആദ്യം മുതൽ അവസാനം വരെ ഉപദേശിക്കുന്നത്. അതിനെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ജീവന്നപി മൃതോഹിസ എന്ന് ശക്തിയായിട്ടുള്ള ഭാഷയിലാണ് പറയും. അങ്ങനെയുള്ള ആളുകളെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവൻ മരിച്ചു പോയവൻ എന്ന് പറയാമെന്നാണ്. മനുഷ്യന്റെ കർത്തവ്യം വേണ്ട പോലെ നിർവഹിക്കുന്നുണ്ടെങ്കിൽ ജിഹ്വ അസതി ദാർദുരികേവ. ഭഗവാന്റെ കഥകൾ കേൾക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ കാതല്ല എന്ന്. ശ്രുതേശ്ച വിദ്വദ്ഭിരുപാകൃതായാം കഥാസുധായാം ഉപസംപ്രയോഗം. വാക്കെന്തിനാ? സംസാരിക്കാനുള്ള കഴിവ്. നല്ല നല്ല കാര്യങ്ങൾ പറയാനായിട്ട് ഉപയോഗിക്കണം. കാത് ഭഗവത് കഥകൾ, നല്ല നല്ല ഗ്രന്ഥങ്ങൾ, സജ്ജനങ്ങൾ പറയുമ്പോൾ കേൾക്കാനായിട്ട് ഉപയോഗിക്കണം. ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമ അക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിഃ വ്യശേമ ദേവഹിതം യദായുഃ എന്നൊക്കെ വേദത്തിൽ പറഞ്ഞിരുന്നു. ഇങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കുമ്പോഴാണ് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കേൾക്കണമെന്ന് ആഗ്രഹം വരിക. അപ്പം നമ്മൾ കൂടുതൽ കേൾക്കണമെന്ന് ആഗ്രഹിക്കും, കൂടുതൽ സൽഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യും. അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ എല്ലാ മാലിന്യങ്ങളും പോയി നല്ല ഉയർന്ന പദവിയിലേക്ക് എത്താൻ ഒരു മനുഷ്യന് പറ്റും. അതോ ഉപയോഗിച്ചില്ലെങ്കിലോ സാക്ഷാൽ പശുഹു പുച്ഛവിഷാണഹീന. കൊമ്പും വാലും ഇല്ലാത്ത മൃഗമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞത്. ഒരു പശു ആണെന്നുണ്ടെങ്കിൽ അതിന് കൊമ്പുണ്ടാവും, വാലും ഉണ്ടാവും. എന്നാൽ അറിയേണ്ട കാര്യങ്ങൾ മറ്റ് പശുക്കൾക്ക് പറ്റാത്ത മനുഷ്യന് പറ്റും. നല്ല നല്ല ഗ്രന്ഥങ്ങൾ കേട്ടും പഠിച്ചും മനസ്സിലാക്കി ഉയർന്ന പദവിയിലേക്കെത്താൻ. അതെത്തിയില്ലെങ്കിൽ കൊമ്പും വാലും ഇല്ലാത്ത പശുക്ക് തുല്യമായിട്ട് തീരും, പശുവിന് തുല്യമാവും എന്നൊക്കെ ശക്തിയായിട്ടുള്ള ഭാഷകളിലൊക്കെ സുഭാഷിതങ്ങളിൽ കൂടെ നമുക്ക് ഓരോ പദങ്ങളും നമുക്ക് ശരിയായിട്ടുള്ള കർത്തവ്യം നമുക്ക് പറഞ്ഞു തരാം. ഇതൊക്കെ എത്രയോ ജന്മാന്തരേ ഭവേൽ പുണ്യം. അതാണ് ആ തത്വസമീക്ഷ. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കോ കൂടുതൽ അറിയാൻ പറ്റും. ഇതൊക്കെയാണ് പറഞ്ഞു തരുന്നത്. ഇങ്ങനെയുള്ള ഭഗവാന്റെ അവതാര ലീലകൾ കേട്ടെങ്കിൽ ഏതൻ മഹാപുണ്യമലം പവിത്രം ധന്യം യശസ്യം പദമായുരാശം. ആയുസ്സിന് അതുപോലെ തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള അമംഗളങ്ങൾ തീരാൻ, എല്ലാ തരത്തിലുള്ള നമുക്ക് നന്മകളുണ്ടാവാൻ ഇത്തരം അവതാര കഥകൾ മനുഷ്യന്റെ കണ്ണ് തുറപ്പിക്കുന്നതാണ്. നമുക്ക് ആ ധർമ്മത്തിൽ ശ്രദ്ധയുണ്ടാവും. അധർമ്മ മാർഗത്തിൽ ഒരു പ്രാവശ്യവും നമ്മുടെ മനസ്സ് പോയില്ല, അപഥസഞ്ചാരം ചെയ്യില്ല. നമ്മുടെ മനസ്സ് വേണ്ട പോലെ ഇതിൽ ശ്രദ്ധിക്കുകയാണെന്നാണ്. പ്രാണേന്ദ്രിയാണാം യുധി ശൗര്യവർദ്ധനം. യുദ്ധം ചെയ്യുന്ന യുദ്ധത്തിലേർപ്പെട്ട ആൾക്കാണെങ്കിൽ നല്ല ഇന്ദ്രിയ ബലമൊക്കെ ഉണ്ടാവും. അവസാനം നാരായണോന്തേകിതിരംഗശൃണ്വതാം, ആത്യന്തികമായിട്ട് ഭഗവാനിൽ എത്തിച്ചേരാനും പറ്റും. ഇങ്ങനെയൊക്കെയുള്ളതാണ് ഈ അത്ഭുതമായിട്ടുള്ള ചരിത്രം. വരാഹ അവതാരത്തിൻ്റെ പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന, മനസ്സിനെ ശുദ്ധീകരിക്കുന്ന അത്ഭുതമായിട്ടുള്ള ചരിത്രമാണ്. അപഥസഞ്ചാരം ചെയ്യുന്ന മനസ്സിനെ ഭഗവാനിലാക്കാൻ ഈ ചരിത്രം എന്തെല്ലാം ഉപദേശങ്ങളാണുള്ളത്. യോവൈ ഹിരണ്യാക്ഷവധം മഹാത്ഭുതം, ഇങ്ങനെ പല തത്വങ്ങളും പഠിപ്പിക്കുന്നത്. ശൃണോതി ഗായത്യനുമോദതേഞ്ജസ, അത് നമ്മൾ കേൾക്കുക, നമ്മൾ അറിവില്ലാത്തവർക്ക് അത് പാടിക്കൊടുക്കുക, ആരെങ്കിലും അത് പാടുണ്ടെങ്കിൽ അതിനെ അനുമോദിക്കുക. ഈ ചെയ്യുന്നവർക്ക് തന്നെ എല്ലാ ശ്രേയസ്സും നമുക്കുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ്
വളരെ ചുരുക്കത്തിൽ 6 അധ്യായം കൊണ്ട് പറഞ്ഞതാണ്. എത്രയോ 100 കണക്കിന് ശ്ലോകമുണ്ട്. എല്ലാത്തിനും ഒന്ന് സംഗ്രഹിച്ച് എല്ലാം കൂടിയും തൊട്ടുകൊണ്ട് ഏതാനും വാക്കുകളെ കൊണ്ടൊരു പുഷ്പാഞ്ജലി പോലെ ശബരിയൊക്കെ സമർപ്പിച്ചത് ഭഗവാൻ സന്തോഷമായിട്ട് സ്വീകരിച്ച പോലെ എന്തോ ഭഗവാനെ യഥാബുദ്ധി മനസ്സിൽ തോന്നിയത് ഭഗവാന്റെ മുമ്പിലിരുന്ന് എന്തോന്ന് പറഞ്ഞു, ക്ഷമിക്കണേ, എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം അവിടുത്തെ ആരാധനയായിട്ട് സ്വീകരിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും മംഗളം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമർപ്പിക്കുന്നു. നമോ മഹദ്ഭ്യോ നമോ അർഭകേഭ്യോ നമോ യുവഭ്യോ നമ ആശിനേഭ്യ യജാമയേവാന്യതി ശക്നവാമമാജ്യായ സസ്യം സമാവൃക്ഷിദേവാ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.